എന്റെ പേര് ഇന്ന് ഇന്ന് ഈ സാഹചര്യത്തിൽ ഈ സമയത്ത് തന്നെ കർത്താവിന്റെ അനുവാദം ഇല്ലാതെയും കർത്താവിന്റെ ആഗ്രഹം ഇല്ലാതെയും ഇങ്ങനെ ഒരു അവസരം ആ, കർത്താവ് ഒരുക്കത്തില്ല. കർത്താവ് ഒരുക്കി എന്ന് ഈ സാഹചര്യ സന്ദർഭം ഒരുക്കി എന്ന് കർത്താവിന് നന്ദിയും സ്തോത്രവും പറയുന്നു. ആ, എന്റെ മലയാളം ഇച്ചിരി അത്രയും ഫ്ലുവന്റ് മലയാളമല്ല. കാരണം ഞാൻ വടക്കേ ഇന്ത്യയിൽ ജനിച്ചതും വളർന്നതും അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, കുഴപ്പമില്ല. ഹിന്ദിയാണ് മെയിനായിട്ട്. എന്തോ? കുഴപ്പമില്ല, കുഴപ്പമില്ല. ആ, ഓക്കെ, താങ്ക് യു. ഓക്കെ. എന്റെ പേര് സഞ്ജീവ് വർഗീസ്. ഞാൻ ആ, ഞാനൊരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച് വടക്കേ ഇന്ത്യയിലായിരുന്നു. ഞാൻ പഞ്ചാബിലാണ് ജനിച്ചത്. ഞാൻ ജനിച്ചപ്പോൾ ഞാൻ ഒരു എന്റെ എന്റെ അച്ഛൻ പട്ടാളത്തിൽ സുബേദാർ റാങ്കിലായിരുന്നു. അദ്ദേഹം രണ്ടാമത്തെ സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് ആർമി ജോയിൻ ചെയ്തയാ. ആ, അന്ന് മുതൽ ജോയിൻ ചെയ്ത കാലം, ആ സമയം മുതലേ യുദ്ധവും അതൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ അവരുടെ ട്രെയിനിങ്ങും മുഖാന്തരം പപ്പ ഇച്ചിരി ദേഷ്യക്കാരനും ഭയങ്കരമായിട്ട് നമ്മുടെ സാധാരണ രീതിയിൽ നമ്മുടെ ഭാഷയിൽ ഞാൻ അറിയുന്ന മലയാളത്തിൽ ഒരു ക്രൂരനായിട്ടുള്ള ഒരു പിതാവായിരുന്നു എൻ്റെ. അപ്പൊ ഞങ്ങള് 6 മക്കളാ വീട്ടില്. ഞാൻ ഏറ്റവും ഇളയതായിരുന്നു. അപ്പം ആ, എല്ലാവരും ആ, എല്ലാവരും ഇപ്പൊ ഞങ്ങള് പപ്പയുടെ കൂട്ടത്തിൽ തന്നെ ഈ എവിടൊക്കെ കണ്ടോൺമെന്റിലോട്ട് എങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ആകുന്ന ആ കൂട്ടത്തിൽ ഞങ്ങൾ മൊത്തം കുടുംബം യാത്ര ചെയ്തോണ്ടിരുന്നു. പപ്പ ഭയങ്കര ദേഷ്യക്കാരനാ. ഞങ്ങളുടെ വീട്ടില് എപ്പോഴും ഒരു ആ, പട്ടാള ക്യാമ്പിനകത്തെ നിയമവും ഉം, അങ്ങനെയായിരുന്നു. ഭരണം അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങൾക്ക് ഉച്ചത്തിൽ സംസാരിക്കാൻ പറ്റത്തില്ല, ഉച്ചത്തിൽ ചിരിക്കാൻ പറ്റത്തില്ല. പിന്നെ എല്ലാത്തിനും സമയമുണ്ട്. ഒരു കൃത്യസമയം വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഷാർപ്പ് ഞാൻ പറഞ്ഞ ആർക്കും വിശ്വാസമാകത്തില്ല. ക്ലോക്കിലെ സൂചി കറക്റ്റായിട്ട് ആ സ്ഥലത്ത് എത്തിക്കഴിയുമ്പം ക്ലോക്ക് അടിക്കുന്ന മണിയുടെ ആ മണിനെ അനുസരിച്ച് ആ, നമുക്ക് എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്യണം. പിതാവിന്റെ ഭക്ഷണമായാലും ചായ ആയാലും വെള്ളമായാലും എല്ലാം ഈ കറക്റ്റ് ഷാർപ്പ് ടൈമിൽ എത്തണം. അല്ലെങ്കിൽ അതിനുവേണ്ടി അലോയ്യം പിന്നെ ആ, എല്ലാവരും മക്കളെല്ലാവരും കറക്റ്റായിട്ട് സമയത്ത് ആ, എണീക്കുന്നതും പഠിക്കുന്നതും ഇരിക്കുന്നതും എല്ലാം. ഞങ്ങളുടെ വീട്ടിൽ ആ, ആരും തമ്മിൽ സംസാരിക്കാൻ പോലും ആർക്കും ആ, സ്വരം കേട്ടുകൂടാ. അങ്ങനെയുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ച് വളർന്നത്. ഞാൻ ചെറുപ്പം മുതലേ കാണുന്ന ഒരു കാര്യം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. എല്ലാവരും പേടിച്ച് പേടിച്ച് വിറച്ച് നിൽക്കും. മക്കളെല്ലാവരും അധികവും അമ്മയുടെ അറ്റമറ്റം ഇങ്ങനെ കൂടി നിൽക്കും. അങ്ങനെയാ. പക്ഷേ ഞാൻ ഏറ്റവും ഇളയതായതുകൊണ്ട് കൂടുതലുമായിട്ട് ഞാൻ അമ്മയുടെ കൂട്ടത്തിൽ തന്നെ ചേർന്ന് നിന്നിരുന്നു. അടുക്കളയ്ക്കകത്ത് മാത്രം അമ്മയുടെ സാരി തുമ്പ് പിടിച്ച് ഞാൻ വളർന്ന എൻ്റെ അവസ്ഥ അങ്ങനെയാ. അപ്പൊ ഞാൻ ചെറുപ്പം മുതലേ കാണുന്ന വീട്ടിൽ എപ്പോഴും പട്ടാള ഭരണവും ആ, ദേഷ്യവും ക്രൂരതയും പിന്നെ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാ. ഈ സാഹചര്യം കാണുമ്പം പക്ഷേ അമ്മ രാത്രി ഉം, സമയം കിട്ടുമ്പം എല്ലാം ജോലി കഴിച്ചിട്ട് രാവിലെ തൊട്ടേ അടുക്കളയ്ക്കകത്ത് ഈ എല്ലാ മക്കൾക്കും ഈ അച്ഛനുള്ള സമയത്തിനുള്ള ഭക്ഷണവും അതും ഇതും എല്ലാം ക്രമീകരിച്ച് ഇങ്ങനെ ഇട്ട് ശ്വാസം പിടിച്ച് ജീവനും പിടിച്ചുകൊണ്ട് നിന്ന് ചെയ്ത രാത്രി എല്ലാവരും എല്ലാം ലൈറ്റൊക്കെ ഓഫ് ആക്കി കഴിയുമ്പോഴത്തേക്ക് അവിടെ ഉം, ആ, കാത്തലിക്സ് ഉപയോഗിക്കുന്ന കൊന്ത റോസറി വെച്ചിട്ട് മുകളിലോട്ട് നോക്കി ഒരു യേശു ക്രിസ്തു കുരിശിൽ കിടക്കുന്നതായിട്ട് ഒരു ഇതും വെച്ച് അതിൽ നോക്കി പ്രാർത്ഥിക്കുന്ന ഞാൻ എൻ്റെ ഓർമ്മ. കാരണം വെച്ചാൽ ഞാൻ ഓർമ്മ വെച്ചപ്പോൾ തൊട്ട് ഞാൻ അതാ കാണുന്നത്. അപ്പം ഞാൻ ഈ ഇങ്ങനെ എൻ്റെ പ്രായം ഇങ്ങനെ വളർന്ന് വരുന്ന സമയത്ത് വെച്ചാൽ വലിയ പ്രായമല്ല, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഒന്നാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാം ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ട് വരുന്നത് ഈ അവസ്ഥയും പിന്നെ 3ാട്ട് എത്തുന്ന ആ സമയത്തൊക്കെ കാണുന്ന അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അമ്മ എപ്പോഴും പ്രാർത്ഥനയുണ്ട്. എല്ലാ രീതിയിലും ശാന്തതയായിട്ട് ഇരിക്കുന്ന, പക്ഷെ വീട്ടിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. ബാക്കി
വീട്ടില് സാഹചര്യങ്ങളിൽ ഒരു മാറ്റങ്ങളും വരുന്നില്ല. അപ്പം ഞാൻ വടക്കേ ഇന്ത്യയിലായിരുന്നു, നോർത്ത് ഇന്ത്യ. അപ്പം നമ്മൾ വെളിയിറങ്ങുമ്പോൾ കാണുന്ന ക്ഷേത്രങ്ങളും അമ്പലങ്ങളും അതിലിരിക്കുന്ന ആഹ്, വിഗ്രഹങ്ങളും അതൊക്കെയാ കാണുന്നത്. അപ്പം കാണുന്ന ദേവി അവർക്ക് ഇവര് ഈ മറ്റു മതസ്ഥർ ഹിന്ദു ക്ഷേത്രത്തിലൊക്കെ കാണുന്ന, അമ്പലങ്ങളിലൊക്കെ കാണുന്നതും ചിത്രങ്ങളിൽ കാണുന്ന ആം, അവര് അവര് പറയുന്ന അവരുടെ ദൈവങ്ങളുടെ കയ്യിൽ വാളും പരിചയും കുന്തവും ചക്രവും എല്ലാം ഉണ്ട്. ആ, പക്ഷേ നമ്മുടെ വീട്ടില് കാണുന്ന യേശു മരക്കുരിശിൽ തൂങ്ങിക്കിടക്കുന്നതായിട്ട്. അപ്പം ഹെൽപ്ലെസ് ആയിട്ട് തൂങ്ങിക്കിടക്കുന്ന ഒരാളെ നമ്മുടെ വീട്ടിൽ കിടക്കുന്നത്, ബാക്കിയവരുടെ അടുത്ത് കാണുമ്പോൾ അവരെ കാണുമ്പം ഒരു ഗൗരവമുണ്ട്, മുഖത്ത് അങ്ങനെ ഒരു ഭാവമുണ്ട്. പിന്നെ അവരുടെ കാലിനടുത്ത് ഏതെങ്കിലും ഒരു രാക്ഷസനോ ശത്രുവോ അല്ലെങ്കിൽ ഒരു മൃഗമോ എന്തെങ്കിലും കുന്തകൊണ്ട് കുത്തി കിടക്കുന്ന കാണാം. പിന്നെ ഇവരുടെ കയ്യിൽ 10 കയ്യിലും 10 സാധനങ്ങൾ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ആ, ആവശ്യമുണ്ടെങ്കിൽ ഈ മരക്കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ആൾ ഇറങ്ങി വന്ന് സ്വന്തം അവനവനെ രക്ഷിക്കാൻ വയ്യാത്ത ഒരാള് നമ്മുടെ ജീവിതത്തിൽ എന്തോ മാറ്റും. നമുക്ക് എന്തോ രക്ഷിക്കാൻ വേണ്ടി വരും. പക്ഷെ ആ സമയത്ത് ഇവരുടെ കയ്യിലില്ലെങ്കിൽ ഇവരെ വിളിക്കുവാണെങ്കിൽ ഇവരെ വിളിക്കുവാണെങ്കിൽ ഇവർ ഓടി വന്ന് ഏഹ് നമുക്ക് രക്ഷിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ടായി ഈ ഒരു സ്വന്തമായിട്ട് ഒരു കഴിവോ കരുത്തോ ഒന്നും ഇല്ലാത്തോണ്ടല്ലേ യേശുക്രിസ്തു പിടിച്ച് ആൾക്കാരെ കുരിശിൽ തൂക്കിയിട്ടിരിക്കുന്നേ. അതുകൊണ്ട് നമ്മൾക്ക് ആവശ്യമുള്ളപ്പം ഒരു വിളിച്ചാലൊന്നും യേശു ഇറങ്ങി വരത്തില്ല. അതാ എന്റെ വീട്ടിന്റെ അവസ്ഥയിൽ മാറ്റം വരാത്തത്. അമ്മ എപ്പോഴും കരഞ്ഞും പിടിച്ചും പ്രാർത്ഥിക്കണയാ, പക്ഷെ ഒരു മാറ്റം വരുന്നില്ല. അപ്പം അങ്ങനെ പതുക്കെ പതുക്കെ എനിക്ക് ഈ ആഹ്, ഉം, ക്രിസ്തുവിനും യേശുവിനായിട്ടായാലും ക്രിസ്ത്യത്വത്തിലുമായിട്ടും പിന്നെ ഇതിനായിട്ടൊക്കെ ഞാൻ അങ്ങ് വെറുക്കാൻ തുടങ്ങി. അതേ സമയത്തിൽ പാരലായിട്ട് വേറൊരു ശക്തി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന എന്നിൽ, ഞങ്ങൾ പോകുന്ന അവിടെ മാർക്കറ്റിൽ തന്നെ ഒരു ഒരു വലിയൊരു ഫർണിച്ചർ കടയിൽ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുന്നതിന്റെ അടുത്ത് തന്നെ ആ ഫർണിച്ചർ കടയിൽ ഒരാൾ ഏഹ്, നല്ല ഒരു ദിവാൻ, ഹിന്ദി പറയും, ഈ നോർത്ത് ഇന്ത്യ ദിവാൻ എന്ന് പറയും. നമ്മൾ ചാരി ഇരിക്കുന്ന ഒരു മെത്തയൊക്കെ വെച്ചിട്ടുള്ള വെള്ള ഒരു സോഫ പോലെ സംഭവം ദിവാൻ. അതിൽ ഈ ഉം, നല്ല ഉരുണ്ടിരിക്കുന്ന റൗണ്ട് ആയിട്ടിരിക്കുന്ന തലവണി പോലെ സംഭവം അതിൽ ചാരിയിരിക്കും. രണ്ട് കൈയുടെ അടിയിലും വെച്ചിട്ട് ഒരാൾ വെള്ള തുണിയും വെള്ള ജുബയും പജാമയും ഒക്കെ ഇട്ട് ഇരിക്കും. വലിയ വലിയ ആൾക്കാരൊക്കെ. അപ്പൊ ഞങ്ങൾ എപ്പോഴും കാണും അവിടെ. അപ്പം വണ്ടിയൊക്കെ കിടക്കുന്നത് ചിലപ്പം പോലീസിന്റെ വണ്ടിയായിരിക്കും, അല്ലെങ്കിൽ നല്ല അംബാസഡർകാർ ഇങ്ങനെ വന്നെടുക്കും. അപ്പം ഇദ്ദേഹം അവിടെ ഇരിക്കുന്ന കാണാം. നല്ല നരച്ച മുടി, നല്ല പൂച്ച കണ്ണ്, നല്ല വെളുത്ത മുഖവും, നല്ല ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര അട്രാക്ഷൻ ആയിട്ട് തോന്നാൻ തുടങ്ങി അദ്ദേഹത്തിനെ. അപ്പൊ ഞാൻ അവിടെ പോകുമ്പം ഞാൻ ഇദ്ദേഹത്തിനെ നോക്കും, ഇങ്ങനെ നോക്കും. എനിക്ക് അങ്ങനെ നോക്കി തന്നെ നിൽക്കാനുള്ള ഒരു മനസ്സും ഭയങ്കര ഇഷ്ടമായി എനിക്ക് അങ്ങനെ നോക്കും. അപ്പം ചിലപ്പം പെങ്ങന്മാരൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വരുമ്പോൾ അവരുടെ കൂട്ടത്തിൽ വരുമ്പം ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പം അവര് പിന്നെ തപ്പാൻ വേണ്ടി എന്നെ തേടി വരും. എവിടെയാ? നീ എവിടെ പോയി? അപ്പം എന്നെ പിടിച്ചോണ്ട് പോകും. അങ്ങനെ ഞാനിങ്ങനെ ഈ ഇദ്ദേഹത്തെ ഇങ്ങനെ എപ്പഴും നിരീക്ഷിച്ചുകൊണ്ട് ഇരിക്കും. എനിക്ക് ഒത്തിരി ഇഷ്ടമാ. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം എന്നെ വിളിച്ച് എന്നെ അടുത്തോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്ത് പോയി. അപ്പം എവിടെ താമസിക്കുന്നയൊക്കെ ചോദിച്ച്, ഉം, അപ്പൊ സ്നേഹത്തോടെ ചോദിച്ച്, അപ്പോഴത്തേക്ക് പെങ്ങന്മാര് അവിടെ എന്നെ തപ്പി ഓടി വന്നപ്പം അവര് ആഹ്, എന്നെ വിളിച്ചോണ്ട് കൊണ്ടുപോയി. പിന്നെ ഞാൻ അടുത്ത വട്ടം ഇങ്ങനെ എന്റെ ഒരു അട്രാക്ഷനായിട്ട് ഇങ്ങനെ കൂടി, അടുപ്പം കൂടി. പിന്നെ അദ്ദേഹം എന്നെ വിളിച്ച് മടിയിലിരുത്തി. പിന്നെ അദ്ദേഹം ഒരു അസ്ട്രോളജർ ആയിരുന്നു. ഫേസ് റീഡറും പിന്നെ ഒരു ഈ ഒരു കുറിയും എല്ലാം വരയും കുറിയൊക്കെ ചെയ്തിട്ട് പലവരും ചോദ്യം ചോദിക്കാൻ വേണ്ടി വരും. പോലീസിനുണ്ട്. പിന്നെ ഞാൻ അറിയുന്ന ഇത് പോലീസ് എന്തെങ്കിലും പിടികിട്ടാ പുള്ളി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും കേസ് ചെയ്തിട്ട് സോൾവ് ആകാത്ത കേസ് ഉണ്ടെങ്കിൽ, ആ, കുറ്റം ചെയ്ത ആളെ എങ്ങോട്ട് പോയി, മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ എങ്ങോട്ട് പോയി, പിടികിട്ടിയില്ലെങ്കിൽ ഏത് ഡയറക്ഷനിലാ പോയിരിക്കുന്നത്, എത്ര ദൂരം പോയിരിക്കുന്നത്, ഇതെല്ലാം ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത്. അങ്ങനെ പല ഹെൽപ്പും ചെയ്യും പുള്ളി. ആദ്യം പണ്ഡിറ്റ് അദ്ദേഹത്തിന്റെ പേര് പണ്ഡിറ്റ് ബാജ്പേയി. അങ്ങനെ റിട്ടയർഡ് ടൗൺ ഇൻസ്പെക്ടർ ഒക്കെ ആയിരുന്നു. അപ്പം
ഇപ്പം ആത്മീയ മാർഗത്തിൽ ഇങ്ങനെ ജ്യോത്സ്യം ഒക്കെ കൊണ്ട് ഇരിക്കുന്നേ. അപ്പൊ ഞാനിങ്ങനെ ഏഹ്, ഇദ്ദേഹത്തിന്റെ അടുത്ത് ഇങ്ങനെ എപ്പോഴും പോകാൻ തുടങ്ങി. പിന്നെ അദ്ദേഹം എന്നോട് ചോദിച്ച്, നിനക്ക് പഠിക്കണം. ഞാൻ ചോദിക്കും ഇതെന്തുകൊണ്ട്? അപ്പം ഇങ്ങനെ പറയും. അപ്പം എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പിന്നെ അദ്ദേഹം എനിക്ക് എന്റെ ഒരു ജാതകം ഉണ്ടാക്കി. പിന്നെ പറഞ്ഞ്, നീ അങ്ങനെയാവും ഇങ്ങനെയാവും എന്ന് പറഞ്ഞ് ഞാനൊരു ജ്യോത്സ്യമാവുണ്ടൊക്കെ പറഞ്ഞ് അവസാനം ഞാൻ എന്നെ അദ്ദേഹം എന്റെ ഉപനയന സംസ്കാരം പറയും. പൂണൂലൊക്കെ ഇട്ട് ഒരു ജനയുക്ക് ഇടിക്കുന്ന ജനയുണ്ട് പറയും പൂണൂല്. പൂണൂലിട്ട് ഒരു ഉപനയന സംസ്കാരമുണ്ട് ഇവർക്ക് ഹിന്ദുക്കൾക്ക് ഉള്ളത്. അത് അദ്ദേഹം തന്നെ നടത്തി എന്നെ ദീക്ഷ തന്ന് അങ്ങനെ ഞാൻ അങ്ങേരുടെ ശിഷ്യനായിട്ട് അങ്ങ് മാറുമായിരുന്നു. പിന്നെ പതുക്കെ അപ്പം ഞാൻ ഇതിവിടെ നടക്കുന്ന കൂട്ടത്തിൽ ഞാൻ എന്റെ ഏഹ്, എന്റെ പ്രവൃത്തികളിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ഞാൻ പിന്നെ ആഹ്, ഇവരൊന്നും ശ്രദ്ധിക്കത്തില്ല. പിന്നെ പപ്പയായിട്ട് എതിർക്കാൻ തുടങ്ങി. വീട്ടിലെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അമ്മയെ തല്ലാനോ അടിക്കാനോ വരുമ്പം ഞാൻ ഇടയ്ക്ക് കയറും. മിണ്ടിപ്പോവല്, തൊട്ടുപോവല്, അങ്ങനെയായിട്ട് ഞാൻ പപ്പയെ ധരിച്ചു. ഞാൻ ഏറ്റവും ഇളയതാ. പക്ഷേ ഞാൻ ചെറുതുവാ. പപ്പ നല്ലൊരു ഉം, നല്ലൊരു ശരീരമാ ഉള്ള ഒരു മനുഷ്യനായിരുന്നു. പട്ടാള ആർമി. പക്ഷെ ഞാൻ ചെ എന്റെ ചെറുപ്രായത്തിൽ തന്നെ ഞാൻ എതിർക്കാനും റിബലായിട്ട് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് എതിർക്കാനങ്ങ് പിടിച്ച് അമ്മയെ തൊട്ടുപോയി കഴിഞ്ഞാൽ ഞാൻ വെട്ടുകൊണ്ട് വരെ പറഞ്ഞിട്ടുണ്ട് ഞാൻ. അങ്ങനെ ഞാനങ്ങനെ എതിർക്കാൻ തുടങ്ങി. അപ്പം അതുകൊണ്ട് ഒരു കാര്യം വീട്ടിൽ ഇച്ചിരി ഇച്ചിരി അലോഹ്യം പതുക്കെ പതുക്കെ കുറയാൻ തുടങ്ങി. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഈ ജ്യോത്സ്യം അദ്ദേഹത്തിന്റെ അടുത്ത് പഠിക്കും. പഠിക്കാനും പിന്നെ പതുക്കെ പതുക്കെ കഴുത്തേല് രുദ്രാക്ഷവും കയ്യിൽ രുദ്രാക്ഷവും അങ്ങനെ അങ്ങനെ പതുക്കെ ഞാൻ എനിക്കുള്ള ഒരു മുറി മൊത്തം ഞാൻ ക്ഷേത്രം പോലെ അമ്പലം പോലെ എല്ലാം മന്ത്രവും തന്ത്രവും എല്ലാം ചെയ്യാനും 3:30 എണീക്കും. വെളുപ്പിനെ എണ്ണീറ്റിട്ട് കുളിച്ച് ഒരു മാൻതോൽ ഉണ്ടായിരുന്നു. മാൻതോൽ അദ്ദേഹം തന്നെ തന്നെ ആ മാൻതോലിൽ ഇരിക്കും, മന്ത്രം ജപിക്കും. അങ്ങനെ ഇതിങ്ങനെ നടന്നുകൊണ്ടിരുന്ന് ജീവിതം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. ഞാൻ ജ്യോത്സ്യം പഠിക്കായി പഠിക്കാനുള്ളതിൽ ഇതിൽ ഇങ്ങനെ പഠിച്ച് പഠിച്ച് ഇങ്ങനെ ആയി. പിന്നെ ഇദ്ദേഹത്തിന് മരിച്ചു കഴിഞ്ഞപ്പം പിന്നെ ഞാൻ പിന്നെയും ഒരു ഗുരു ഇല്ലാതെ നടന്ന് അങ്ങനെ വേറൊരു മൂർത്തിന്ന് പറഞ്ഞ ഞാൻ ഇങ്ങനെ ഒത്തിരി നീട്ടി പറയാതെ അതിന്റെ ഷോർട്ട് പറഞ്ഞ അദ്ദേഹം എത്രയും കാലം എന്റെ കൂട്ടത്തിൽ നിന്ന് അദ്ദേഹം കുറെ പഠിപ്പിച്ച് പിന്നെ മൂർത്തിന്ന് പറഞ്ഞ ഒരു പണ്ഡിത് മൂർത്തിജി അദ്ദേഹത്തിന്റെ അടുത്ത് പിന്നെ ഞാൻ ശിഷ്യത്വം എടുത്ത് പിന്നെ ബാക്കി കാര്യങ്ങൾ അദ്ദേഹം ആയിട്ട് അങ്ങനെ അവസാനം ഞാൻ അവിടേക്ക് നല്ല ഒരു പേര് കേട്ട ഒരു ജ്യോത്സ്യം പറഞ്ഞു വെച്ചാൽ പലവർക്കും ഞാൻ ഒരു ഒന്നാമത് ചെറുപ്രായത്തിൽ തന്നെ എന്നെ എല്ലാവരും അറിയുന്ന കണക്ക് ആയി. പിന്നെ ഈ ജ്യോത്സ്യന്മാരുടെ ഒരു അസോസിയേഷൻ അത് ഡൽഹിയിൽ ഹോജ് ഖാസിൽ ഫ്യൂച്ചർ പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഈ ഇന്റർനാഷണലും നാഷണലും ആയിട്ടുള്ള അസ്ട്രോളജേഴ്സിന്റെ ഒരു ഡയറക്ടറി ഉണ്ട്. അതിൽ വരെ എന്റെ പേര് ഉം, ഏഹ്, അതിൽ വരെ എന്റെ പേര് വരാൻ വന്ന് ഞാൻ പിന്നെ സ്റ്റെല്ലർ അസ്ട്രോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൃഷ്ണമൂർത്തി പദ്ധതിയിൽ അതിൽ ജ്യോതിഷ് വിശാരദൊക്കെ ചെയ്ത് അങ്ങനെ ഞാൻ വന്ന് എന്റെ നല്ലൊരു കച്ചവടം പണി തുടങ്ങി. ഈ ജയ്പൂരിൽ നിന്നും ഈ നാഗപട്ടണത്തിനും എന്താ പറയുന്ന ഈ കല്ലുകൾ സ്റ്റോണുകൾ ഈ നമ്മൾ ബൈബിള് വായിക്കുന്ന ഗോമേതകം മരതകം അങ്ങനെ സഫയറും പിന്നെ എമറാൾഡ് കോറൽ അങ്ങനെയുള്ള രത്നങ്ങൾ അത് ഓരോ ഗ്രഹത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അതെല്ലാം കൊണ്ടുവന്ന് അതിൽ നിന്ന് ആളന്തരം നോക്കി വിറ്റ് കാശുണ്ടാക്കുന്നത് എന്നുവെച്ചാൽ നല്ല നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ആൾക്കാർ വലിയ കാറിൽ എന്തെങ്കിലും വരുവാണെങ്കിൽ 500 രൂപയുടെ കല്ലിനെ 5000-ത്തിനോ 10,000-ത്തിനോ 15,000-ത്തിന് കൊടുക്കാം. ആളിനെ കണ്ടിട്ട് നമ്മൾ ഈ കല്ലിനെ വില വെക്കുന്നത് അങ്ങനെ കാശും എല്ലാമായിട്ട് ഇതിങ്ങനെ എൻ്റെ ഒരു ഈ കൂട്ടത്തിൽ ഞാനിങ്ങനെ വളർന്നോണ്ട് വരുന്ന എന്റെ പ്രായം കൂടുന്ന അങ്ങനെ ഞാനിങ്ങനെ പഠിച്ചുകൊണ്ട് വരുന്ന ഇതെല്ലാം അങ്ങനെ അവസാനം ഇത് ശ്രീ സായി ജ്യോതിഷം വാസ്തു സലാഹ് കേന്ദ്രം എന്ന് പറഞ്ഞ് ഞാൻ ഭോപ്പാലിന്ന്
മധ്യപ്രദേശിൽ നിന്ന് അതിൻ്റെ രജിസ്ട്രേഷനൊക്കെ ചെയ്യിപ്പിച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു നല്ലൊരു ജ്യോത്സ്യനായിട്ട് ചിലപ്പോൾ എല്ലാവരുടെയും വിഷമങ്ങൾ മാറ്റാൻ വേണ്ടി എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഹിന്ദിയിൽ പറയും ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ ഒന്നെങ്കിൽ റൂഹാനി അല്ലെങ്കിൽ ജിസ്മാനി, ഒന്നെങ്കിൽ ശാരീരികമായിട്ട് എന്തെങ്കിലും പ്രശ്നം, അല്ലെങ്കിൽ റൂഹാനിൻ്റെ വെച്ച് കഴിഞ്ഞാൽ ശാരീരികമായിട്ട് ഫിസിക്കലായിട്ടുള്ള അല്ല, ഈ ഒന്നെങ്കിൽ ഗ്രഹങ്ങളുടെ ദോഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭൂതവും പ്രേതത്തിൻ്റെയോ, അങ്ങനെ എന്ന് വെച്ചാൽ ശാരീരികമായിട്ട് അശരീരിയായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം കാരണമായിരിക്കും ഒരു മനുഷ്യന് വിഷമം. അപ്പം അശരീരിയായിട്ടുള്ള ഒന്നെങ്കിൽ ഗ്രഹങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ സമയദോഷമോ അതിനുവേണ്ടി നമ്മൾ സ്റ്റോൺ കൊടുക്കും, പിന്നെ മന്ത്രം കൊടുക്കും, യന്ത്രങ്ങൾ ഈ ചെമ്പിന്റെ തകിടിൽ വെച്ച് കുറച്ചുകൊണ്ടിരിക്കുന്ന അത് കൊടുക്കും. പിന്നെ പരിഹാരങ്ങളുണ്ട്, ഈ ആലിന് വെള്ളം ഒഴിക്കുക, ഇത്രയും വട്ടം ഈ ദിവസം ഇത് ചെയ്യുക, അതിന് ഇത് ചെയ്യുക, ഇങ്ങനെ പല പരിഹാരങ്ങൾ. ഇതൊക്കെ അശരീരമായിട്ടുള്ള എന്നുവെച്ചാൽ ഇങ്ങനെ സ്പിരിച്വൽ ലോകമായിട്ടുള്ള സമ്പത്തിൽ എന്തെങ്കിലും പ്രശ്നത്തിന് ഇത് പരിഹാരം. പക്ഷേ ശാരീരികമായിട്ട് വരുവാണെങ്കിൽ ചിലപ്പം ഇത് കാരണം ശരീരത്തിന് എന്തെങ്കിലും അസുഖം വന്നാൽ അപ്പം അതിന് ഇത് പറ്റത്തില്ലല്ലോ. അപ്പം കുറച്ച് ഹോമിയോ കൂടെ പഠിക്കാമെന്ന് വെച്ച് അങ്ങനെ ഹോമിയോയുടെ കൂടെ ഒന്ന് നോളജ് ഇരിക്കുവാണെങ്കിൽ ഒന്നെങ്കിൽ ശാരീരികമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയോ കാണപ്പെടുന്നയോ കാണപ്പെടാത്ത എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമുക്ക് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ആൾക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഞാൻ മതി എന്ന് കരുതി ഇങ്ങനെ കാശുണ്ടാക്കി ആൾക്കാരെ പറ്റിച്ചും ഇത് നമ്മുടെ ഈ അന്ധവിശ്വാസത്തിന്റെ കച്ചവടം നടത്തി ജീവിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും, പിന്നെ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വന്ന് എൻ്റെ പിതാവൊക്കെ എൻ്റെ മുഖം നോക്കാതെ വരെ വെറുത്ത്, അതുകൊണ്ട് ഞാൻ ഒറ്റപ്പെട്ട് എല്ലാവരും ഈസ്റ്റിലോട്ട് നടക്കുമ്പോൾ ഞാൻ വെസ്റ്റിലോട്ട് നടക്കും. അങ്ങനെ ഞങ്ങളുടെ അവിടെ വന്ന് പാരിഷ് നമ്മുടെ എന്താ മലയാളത്തിൽ പറഞ്ഞ ഇടവക വികാരി അച്ഛന്മാര് വരുന്നത്, പ്രീസ്റ്റുകൾ വരുന്നത്, അവർക്ക് വരുമ്പം ചാർജ് എടുക്കുമ്പം തൊട്ട് 5 വർഷം ഇരിക്കുവാണെങ്കിൽ 4 വർഷം ഇരിക്കുവാണെങ്കിൽ അവർക്ക് ഒറ്റ മിഷനേ ഉള്ളായിരുന്നു. ആ വീട്ടിൽ ഒരുത്തനുണ്ട് അവനെ ഒന്ന് എങ്ങനെയെങ്കിലും പള്ളിക്കകത്ത് അവനെ തിരിച്ചു കൊണ്ടുവരണം, അവനെ രക്ഷപ്പെടുത്തണം, അങ്ങനെയൊക്കെയുള്ള ഒരു മിഷൻ കൊണ്ട് വരും. ചർച്ചിൽ ഈ സിസ്റ്റേഴ്സ്, ഈ നൺസ്, നമ്മുടെ കന്യാസ്ത്രീകൾ, അവരും ആ ഇടവകയെ വരുവാണെങ്കിൽ അവർക്കൊക്കെ ഒരേ മിഷനേ ഉള്ളു, എങ്ങനെയെങ്കിലും ആ വീട്ടിലെ ആ പയ്യനെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണമെന്നുള്ള മിഷൻ. പക്ഷേ ഞാൻ ഒന്നാമത് എനിക്ക് യേശുവിനെ ഇഷ്ടമല്ല, രണ്ടാമത് എനിക്ക് ക്രിസ്ത്യാനികളെ ഇഷ്ടമല്ല, എനിക്ക് ഈ ക്രിസ്ത്യൻ പള്ളികളെ കാണുന്നതും അതെല്ലാം എനിക്ക് വെറുപ്പ്. ഈ ഒരു വിദേശി ദൈവത്തിനെ കൊണ്ട് വിദേശികളുടെ ഈ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു ട്രാപ്പാണ് ഇതൊക്കെ. എന്ന് വെച്ചാൽ ഈ പാവപ്പെട്ടവരെ അവരുടെ കയ്യിലിട്ട് ബൈബിളും കൊടുത്തിട്ട് അവരെ ലൂട്ട് ചെയ്യാൻ വേണ്ടി ഓരോ നാടുകളിൽ ഇങ്ങനെ വന്ന് ആദ്യം ക്രിസ്ത്യൻ മതം പഠിപ്പിക്കും, ബൈബിൾ പഠിപ്പിക്കും, എന്നിട്ട് അവരെ നാട് മൊത്തം കൊള്ളയടിക്കാൻ വേണ്ടിയുള്ള ട്രാപ്പ് ചെയ്യാണ്ട് പറഞ്ഞ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഞാൻ വിരോധിയെ. ഞാൻ ഈ ശിവസേന ഇപ്പം ഇന്ന് നാളെ എന്തോ ശിവരാത്രി ഈ സമയത്തൊക്കെ അമ്പലങ്ങളിൽ ഞങ്ങൾ ഭയങ്കര മീറ്റിംഗ് ഇതിനെ എതിർക്കാൻ വേണ്ടി. അവരോടൊക്കെ ക്രിസ്ത്യനോട് നമുക്ക് എങ്ങനെ നേരിടാം, ശിവസേനയും അതിലൊക്കെ നമ്മൾ ഭയങ്കര ആക്റ്റീവായിട്ട് നമ്മൾ പറഞ്ഞാൽ ആൾ കേൾക്കും, നമുക്ക് ആൾക്കാരും ഉണ്ട്. അങ്ങനെ പിന്നെ എൻ്റെ പെങ്ങളുടെ കല്യാണത്തിൻ്റെ സമയത്ത് അപ്പം എനിക്ക് പള്ളിയിൽ അവിടെ ചർച്ചിലിൻ്റെ അടുത്ത് തന്നെ കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു ഈ റിസപ്ഷന് വേണ്ടി. അപ്പം രാത്രി സമയങ്ങളിൽ പള്ളിക്കകത്ത് ഒരുക്കങ്ങളും പള്ളിയിലുള്ള ഇച്ചിരി ഡെക്കറേഷനും പിന്നെ കമ്മ്യൂണിറ്റി ഹാളും റിസപ്ഷൻ നടക്കുന്നിടത്ത് അവിടെ ഇച്ചിരി ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി എൻ്റെ പരിചയത്തിലുള്ള കുറച്ച് എൻ്റെ പ്രായമുള്ള കൂട്ടുകാരെ അവരെ ഞാൻ വിളിച്ച്, പെങ്ങളുടെ കല്യാണമല്ലേ, അപ്പം അതിനു വേണ്ടിയൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പം രാത്രി 10:30-11 മണിയായപ്പോഴത്തേക്ക് അവിടുത്തെ പള്ളി വികാരി
അത്താഴമൊക്കെ ഭക്ഷണം എല്ലാം അത്താഴമൊക്കെ കഴിഞ്ഞിട്ട് ചുമ്മാ കാറ്റുകൊള്ളുന്ന കണക്ക് ഇങ്ങനെ നടന്ന് ഇതൊക്കെ കണ്ട് കണ്ട് വന്ന് നോക്കിയപ്പോൾ ഞാൻ പള്ളിക്കകത്ത് ഡെക്കറേഷൻ ചെയ്യാനൊക്കെ നിൽക്കുന്നു. അപ്പം പറഞ്ഞു, ഹാടാ നീ ഇങ്ങ് വന്നോ, ഇതിൻ്റെ അകത്ത് കയറിയോ, വന്നോ. ഞാൻ പോട്ട് നിന്റെ പെങ്ങളുടെ കല്യാണമായത്, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച ഇപ്പം നിന്നെ ഇവിടെ നിന്ന് വെളിയെ ഇറക്കാനുള്ള ഇതുണ്ട്. അപ്പം ഞാൻ നേരെ ക്രിസ്റ്റിന് വിഷമമുണ്ട്. എന്തായാലും അദ്ദേഹത്തിനെ ഞാൻ പിടിച്ച് തള്ളിയിട്ട് പറഞ്ഞു, നീ എന്നെ 1 ഇഞ്ച് എന്നെ പുറകിലോട്ട് നീ മാറ്റി കാണിപ്പിക്കും, ഞാൻ ഇന്ന് കാണിപ്പിക്കും നിന്നെ ഞാൻ ആരാന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പിന്നെ അങ്ങ് ക്ഷമിച്ചോ പേടിച്ചോ എന്തോ അറിഞ്ഞൂടാ. അദ്ദേഹം അന്നേരം തന്നെ തിരിച്ചു പോയി. അങ്ങനെ അങ്ങനെ വെച്ചാൽ അത്രയും വിരോധമായിട്ട് ഞാൻ ജീവിച്ച് കർത്താവിനെയും കർത്താവിന്റെ പേരും പറഞ്ഞ് നടക്കുന്നവരെയൊക്കെ വെറുത്ത് അവരൊക്കെ പേടിപ്പിച്ച് അവരൊക്കെ തല്ലാൻ പറ്റുവാണെങ്കിൽ തല്ലിക്കാൻ പറ്റുവാണെങ്കിൽ അത് അവസരം തേടി നടക്കുന്ന ഒരു കാലങ്ങളിൽ ഇങ്ങനെ പോയി അവസാനം ലോകറിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ചെയ്യുന്ന എൻ്റെ ജീവിതത്തിൽ ഒരു കാലഘട്ടമായപ്പോഴത്തേക്ക് തുരുതരാன പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. പലതരത്തിൽ പ്രായത്തിനനുസരിച്ച് നമുക്ക് ഓരോ ലവ് അഫെയറും അങ്ങനെയൊക്കെ വരുന്ന അങ്ങനെ വന്ന് അതിലിങ്ങനെ പെട്ട് വലിയ ചെറിയ പ്രശ്നങ്ങളല്ല, വലിയ വലിയ പ്രശ്നങ്ങളിലോട്ട് വന്ന് വിരോധവും പ്രശ്നവും, പിന്നെ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ജീവൻ പോവും, അങ്ങനെയുള്ള അവസ്ഥ. പിന്നെ നമുക്ക് എനിക്ക് മനസ്വസ്ഥതയായിട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഇങ്ങനെ ജീവിതത്തിൽ വന്നപ്പം ലോകറിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് എൻ്റെ ജീവിതത്തിൽ വരുന്ന പ്രശ്നത്തിൽ പരിഹാരം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പൊ ഞാൻ എൻ്റെ തന്നെ ജാതകത്തിൽ നിന്ന് ഇത് നോക്കും, ഷടാ ഇപ്പം ഇതിന്റെ ഈ പ്ലാനറ്റിന്റെ ഈ ഗ്രഹത്തിന്റെ മഹാദശയാ. അപ്പൊ ഇതിന്റെ പ്രത്യന്ത ദശ, ഇതിന്റെ സൂക്ഷ്മദശ. അപ്പം അതിനു വേണ്ടി ഇത് ചെയ്യണം, അപ്പം ഇത് ചെയ്യണം, ഈ പരിഹാരം ചെയ്യും, ഈ യന്ത്രം തൂക്കും, കഴുത്തേല് 108 രുദ്രാക്ഷത്തിന്റെ പഞ്ചമുഖി രുദ്രാക്ഷത്തിന്റെ മാലയും, രക്തചന്ദനത്തിന്റെ 108ന്റെ മാലയും, വലത്തെ കൈയില് ഗണപതിക്ക് 4 മുഖി രുദ്രാക്ഷം. ഇങ്ങനെ രുദ്രാക്ഷത്തിന്റെ പല വെറൈറ്റീസ് ഉണ്ട്. ഇതെല്ലാം രണ്ട് കൈയില് 8 വിരല്, തള്ളവിരൽ വിട്ട് ബാക്കിയുള്ള 8 വിരലിലും ഓരോ കല്ലുകള്, കയ്യില് റിസ്റ്റിലായാലും കൈത്തണ്ടിന് മേളിലായാലും അവിടെ എല്ലായിടത്തും രുദ്രാക്ഷം കെട്ടി, കഴുത്തെ രുദ്രാക്ഷം, മന്ത്രവും ചൊല്ലി യന്ത്രവും വെച്ച്, പിന്നെ പല നമുക്ക് നമ്മുടെ ഈ വല്ലവരും എന്തെങ്കിലും കുടപത്രം ചെയ്തിട്ട് നമ്മളെ പ്രശ്നമുണ്ടാക്കുകയോ അതിനുവേണ്ടി രക്ഷയ്ക്ക് വേണ്ടിയുള്ള നമ്മളെ കുന്നിക്കുരു എന്ന് പറയുന്ന സ്വർണ്ണമൊക്കെ തൂക്കാൻ വേണ്ടി അത് ചുമന്ന നിറത്തിന്, അതുപോലത്തെ കറുത്ത നിറത്തിലെ കുന്നിക്കുരു ഉണ്ട്. അതിന്റെ 21 വെച്ചാൽ നമുക്ക് ഒന്നും ഏക്കത്തില്ല. പിന്നെ ഹത്താജോടി എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അത് ഞാൻ പറയുമ്പം കേട്ടോണ്ടിരിക്കുന്ന സഹോദരങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. അങ്ങനെ പല കാര്യങ്ങളും ഇതൊക്കെ ചെയ്ത് ഞാൻ കൊണ്ടു നടന്നിട്ട് എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും മാറുന്നില്ല. ഞാൻ അവസാനം പ്രശ്നം കൂടി. അപ്പൊ എനിക്ക് ഇനി അവസാനം എനിക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ലോട്ട് വന്ന് എങ്ങനെയെങ്കിലും ഈ ജീവൻ ഒടുക്കിയാൽ മതിയുള്ള. അങ്ങനെ ഞാൻ എന്താ പറയുന്നത്, എന്നെ എല്ലായിടത്തും പരിചയമായ, എല്ലാവർക്കും എന്നെ അറിയാം. അപ്പം എവിടെ നിന്നും എന്തും കിട്ടും. അപ്പം ഈ മെഡിക്കൽ സ്റ്റോറിൽ നിന്നെല്ലാം മേടിച്ചിട്ട് നെട്രോവൈറ്റും വില്യം 5ഉം പിന്നെ കമ്പോസും എന്ന് പറഞ്ഞ അങ്ങനെ അത് ഉറക്കത്തിന്റെ ഗുളികകൾ 52 ഗുളികകൾ ഞാൻ സംഘടിപ്പിച്ച് ഇത് കഴിച്ചാൽ അത് കഴിക്കാതെ കൂട്ടത്തിൽ മദ്യവും കൂടെ കഴിച്ച് ഇതും കഴിച്ച് മരിക്കാനുള്ള എല്ലാ തീരുമാനങ്ങളുമായി പ്ലാനിങ് ചെയ്ത് വെച്ചാൽ എടുത്താൽ പിന്നെ രക്ഷപ്പെടരുത്, അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി എല്ലാം ആക്കിയിട്ട്. പക്ഷേ വേറെ പ്രശ്നം, അമ്മയാ എന്നെ ഞാൻ ഏറ്റവും ഇളയതായിട്ട് അമ്മ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നത്. എനിക്ക് അമ്മയോടാ എനിക്ക് ഭയങ്കര സ്നേഹം. അപ്പം ഞാൻ മരിക്കാന്നിരിക്കുന്നത്, ഞാൻ മരിക്കുന്ന അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ
സഹിക്കാൻ പറ്റത്തില്ല. അമ്മ ഉം, ഏഹ്, സഹിക്കാൻ പറ്റാതെ മരിച്ചുകൊണ്ട് ആ ഒരു പേടി. അപ്പം അവിടെ ഒന്നും മരിക്കല്ല്. എവിടെയെങ്കിലും ദൂരെ പോയിട്ട് മരിക്കണം. അപ്പം എങ്ങനെ മരിക്കുന്ന സ്ഥലവും അപ്പൊ ഇങ്ങനെ പല സ്ഥലത്തും പല പ്ലാനിങ് ചെയ്ത് അങ്ങനെ. അപ്പൊ അവസാനം വീട് വിട്ട് ഇറങ്ങി ആഹ്, നാഗ്പൂറിൽ വന്ന് ഇറങ്ങി. നാഗ്പൂർ വന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് 4 വർഷം നോക്കി. എന്നുവെച്ചാൽ എങ്ങോട്ട് പോകും? വടക്കിലോട്ടും പോകാം, നോർത്തിലും പോകാം, സൗത്തിലും പോകാം, ഈസ്റ്റിലും പോകാം, വെസ്റ്റിലും പോകാം, എവിടെ പോകാം? ഇതെല്ലാം പലയിടത്തും ഞാൻ പോയിട്ടുള്ള യാത്ര ചെയ്ത് എനിക്ക് ആഹ്, അറിയുന്ന സ്ഥലങ്ങളാ. അപ്പൊ എങ്ങോട്ട് പോണം? അങ്ങനെ ആലോചിച്ചിരുന്ന് അങ്ങനെ ഞാൻ എന്താ പറയുന്നേ, ആഹ്, അന്ന് ബോംബെ അപ്പം അന്ന് 35,000 എന്തോ കയ്യിൽ കാശുമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ആഹ്, 97, 98ന്റെ കാര്യമാ ഞാൻ പറയുന്നത്. അപ്പം അന്ന് ഈ 35,000 എന്ന് പറയുമ്പോഴത്തേക്ക് വലിയൊരു തുകയാ. ആവശ്യത്തിന്റെ വലിയ തുക. അത് ഞാൻ പോക്കറ്റിൽ കൊണ്ട് നടക്കുക. അപ്പം ഞാൻ അതും കൊണ്ട് ഞാൻ പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യാം. നമ്മുടെ കയ്യിൽ ഗുൾ സാധനമുണ്ട്. നമുക്ക് ബോംബെ പോവാം. ബോംബെ പോയിട്ട് ഒന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കാം. ഒരു റൂം എന്തെങ്കിലും ഹോട്ടലിൽ എല്ലെങ്കിലും എടുത്തിട്ട് നല്ലപോലെ ആഹ്, മ അടിച്ചു പൊളിച്ച് നമ്മുടെ ആഗ്രഹങ്ങളങ്ങ് പൂർത്തി ചെയ്തിട്ട് പിന്നെ ആഹ്, ഈ മദ്യം മേടിച്ച് ഈ ഗുളികയും കഴിച്ച് ആത്മഹത്യ ചെയ്യാം. അങ്ങനെ മരിക്കാം. അപ്പൊ നമ്മുടെ കയ്യിൽ അഡ്രസ്സിന്റെ ഒരു പ്രൂഫ്, ഒരു തരി പോലും വെച്ചേക്കില്ല. എന്നുവെച്ചാൽ നമ്മളെ ഏഹ്, ഈ ഇതിനെ തേടി പിടിച്ച് വീട് വരെ ആരും എത്തല്ല്. അതുകൊണ്ട് ഞാൻ ഒരു തെളിവ് വെക്കാതെ അങ്ങനെ അതൊക്കെ ആലോചിച്ച് ബോംബെക്ക് പോയി. പോകുന്ന വഴി ഒരു ഏഹ്, ആം, ഭുസാവൽ നടക്കാറായപ്പോഴത്തേക്ക് ഒരു ട്രെയിനിൽ ഒരു യാദൃച്ഛികമായിട്ട് ഉം, ഒരു എന്റെ സമപ്രായം, എന്നേക്കാളും കുറച്ച് പ്രായം കുറവുള്ള ഒരു പയ്യെ ഒരു ഒരു ആളെ കാണുന്നു. പിന്നെ ഞങ്ങൾ പരിചയപ്പെടുന്നു. ഞാൻ സ്മോക്ക് ചെയ്യും. അപ്പം ഞാൻ അന്ന് ട്രെയിനിനകത്തൊക്കെ ഇരുന്ന് നമുക്ക് സ്മോക്ക് ചെയ്യാം. പിന്നെ ആ നിയമങ്ങളൊക്കെ മാറി. ഉം, അപ്പം സിഗരറ്റ് പുള്ളിക്ക് കൊടുത്ത് പുള്ളിയും ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വലിച്ച് അങ്ങനെ ഒരു കൂട്ടായി. അങ്ങനെ പുള്ളി പറഞ്ഞു എവിടെയാ പോകുന്നേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ബോംബെക്ക്. എന്തിനാ? ഞാൻ പറഞ്ഞു ഒരു ആവശ്യത്തിന് പോവാ. ജോലിയൊക്കെ തേടാൻ വേണ്ടി പോണ്. പറയാൻ പറ്റത്തില്ല ഞാൻ ചാകാൻ പോവാണ്. അപ്പോഴത്തേക്ക് പുള്ളിക്ക് എന്നെക്കാട്ടിലും കൂടുതലും പുള്ളിക്ക് ഭാരമായി. അവിടെ പോയി എവിടെ നിൽക്കും? എവിടെ താമസിക്കും? ആരെങ്കിലും പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല. ആരെങ്കിലും എന്റെ ബന്ധക്കാരുണ്ടോ? ഞാൻ പറഞ്ഞില്ല. പിന്നെ എവിടെ പോയി നിൽക്കും? ഞാൻ പറഞ്ഞത് നോക്കും. അപ്പം അദ്ദേഹം പറയുവാ എന്താ പറയുന്നേ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ സ്ഥലമല്ല ബോംബെ. ബോംബെയില് എവിടെയെങ്കിലും എങ്ങും പോയി പരിചയമില്ലാത്ത സ്ഥലത്ത് പോയി നമുക്ക് പോയി നിൽക്കാൻ പറ്റില്ല. അവിടെ ഭയങ്കര ഇതാ. വെളിയിലും നമുക്ക് പാർക്കിലും രാത്രി കഴിച്ചു കൂട്ടുവാണെങ്കിൽ അവിടെയൊന്നും പോലീസ് വെക്കും. ഒരു കാര്യം ചെയ്യ്. എന്റെ കൂട്ടത്തിൽ ഞാൻ ഞാൻ എന്റെ ആന്റിയുടെ വീട്ടിലോട്ട് പോവാ. അങ്ങനെ എന്റെ കൂട്ടത്തിൽ വാ. അപ്പം ഒരാഴ്ച സമയം ഞാൻ അവിടെ ഉണ്ട്. അപ്പം അത്രയും സമയം എന്താ പറയുന്നേ, നിങ്ങൾക്ക് ഇത് ജോലി തേടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തേടിക്കോ. അപ്പൊ ഞാനുണ്ട്. എന്റെ കൂട്ടത്തിൽ നിൽക്കാം. അത് കഴിഞ്ഞ് എവിടെയെങ്കിലും ജോബ് കിട്ടുവാണെങ്കിൽ അപ്പം താമസിക്കാനുള്ള സൗകര്യം എല്ലാം ആകാൻ വരെ ഇവിടെ നിൽക്കാമല്ലോ എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് പുള്ളിയുടെ ആന്റിയുടെ വീട്ടിലോട്ട് കൊണ്ടുപോയി. അപ്പം അവിടെയും എന്ന് വെച്ചാൽ ഇത് ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം നമ്മള് അമ്മയുടെ ഗർഭത്തിൽ വരുന്നേക്കാട്ടിലും മുമ്പെയോ ലോകം സ്ഥാപിക്കുന്നതിനെക്കാട്ടിലും മുമ്പെയോ ദൈവം നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ ആഹ്, കർത്താവ് നമ്മളെ അങ്ങനെ ആ വഴിയിലൂടെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി, എന്ന് വെച്ചാൽ നമ്മൾ നഷ്ടപ്പെടാതിരിക്കാൻ ദൈവം ഓരോ വഴികൾ ഒരുക്കുന്നേ. അങ്ങനെ ഞാൻ ആ വീട്ടിൽ പോയി അവിടെ 7 ദിവസം, ഒരാഴ്ചയോളം ഞാൻ അവിടെ ആ ആ വീട്ടിൽ നിന്ന് അവരുടെ ബന്ധക്കാരന്റെ വെച്ചാൽ ഞാൻ പോയ ആ വീട്ടില് ഈ പുള്ളിയുടെ ആന്റിയുടെ വീടാ. പക്ഷേ ഈ അവ എന്തുവാ ഈ ആന്റിയുടെ ഉം, മ ചേച്ചിയുടെ മോനായി വന്നേ. പക്ഷെ ആ സ്വന്തം ബന്ധത്തിലുള്ള ആ പിള്ളേരെ മക്കളെ വിട്ടിട്ട് എന്നോടായിരുന്നു അവർക്ക് ഭയങ്കര സ്നേഹവും അവർ കരുതലും ഒക്കെ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പുള്ളിയുടെ ബന്ധത്തിലുള്ള ആരോ, അന്ന് മുകേഷ് പട്ടേൽ ബോംബെയിലെ ഒരു മന്ത്രിയൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഡ്രൈവറിന്റെ പരിചയത്തിൽ അങ്ങനെ പോയി. അങ്ങനെ ബോംബെയിലെ വിലെ പാർലയിലെ നമ്മുടെ മീഠിബായ് കോളേജില് ആഹ്, നിർബന്ധിച്ച് ഞാൻ ചാകാൻ ഇറങ്ങിയ ആളെ ഇവര് നിർബന്ധിച്ച് എന്നെ ജോലിയിൽ കയറ്റി. അവരവിടെ നിർബന്ധിച്ച് അവരെ ജോലിയിൽ കയറ്റി.
ആഹ്, മീട്ടിബായ് കോളേജിലേക്ക് ലാബില് അറ്റൻഡന്റായിട്ട് എന്നെ കേറി ഞാന്. പക്ഷെ ഞാൻ ഓർക്കുവാ ഈ ഞാൻ ചാകാൻ ഇറങ്ങിയത്, പക്ഷെ അവരല്ലേ എന്നെ ജോലിക്ക് കയറ്റി. അങ്ങനെ അവിടെ കുറച്ച് ദിവസം നിന്ന് കഴിഞ്ഞ് ആഹ്, എന്നാലും ഞാൻ മരിക്കാൻ വേണ്ടിയുള്ള എന്റെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആഹ്, ഡിവൈൻ ധ്യാന കേന്ദ്രത്തില് പോട്ട ആശ്രമം എന്ന് പറഞ്ഞ ഒരാൾ എന്നെ സജസ്റ്റ് ചെയ്ത് പോട്ട ആശ്രമത്തിൽ പോകാൻ വേണ്ടി. അപ്പം ഇങ്ങനെ ഞാൻ ഞായറാഴ്ചയായിട്ട് നീ പോയിട്ട് ഒരു വട്ടം മനസ്സ് അപ്പൊ ഞാൻ ഈ പോട്ട ആശ്രമം കേട്ടപ്പം അറിയാം. ആശ്രമം എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് ഹിന്ദു സന്യാസിമാരും വടക്കേന്ത്യയിലെ കാശ്മീരിലെ വൈഷ്ണോദേവി തൊട്ട് രാമേശ്വരം വരെ, പിന്നെ പശ്ചിമ ബംഗാൾ തൊട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും, പിന്നെ കാമാക്ഷ എന്ന് പറയുന്ന കാമാഖ്യ ക്ഷേത്രമുണ്ട് ആസാമില്. അവിടെ വരെ എല്ലാ ക്ഷേത്രങ്ങളും നടക്കുന്നതും സന്യാസിമാരും അതൊക്കെ എനിക്ക് വേണ്ടി പോട്ട ആശ്രമം എന്ന് പറഞ്ഞ് ആ പേര് ആ പേരിൽ ആശ്രമം ചേർന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇൻട്രസ്റ്റ്, അങ്ങനെ ഞാൻ കേരളത്തിലോട്ട് വരുന്നത്. ഞാൻ ഇടയ്ക്കുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ വിട്ടിട്ടാ വരുന്നത്. കാരണം വെച്ചാൽ ഇത് സമയം കടന്നു പോകും. അങ്ങനെ ഞാൻ ഒന്ന് പറഞ്ഞാൽ അത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകണം. അതിനുവേണ്ടി ഞാൻ ഇത് പറയുന്നത്. പക്ഷെ അത്യാവശ്യ കാര്യങ്ങളുടെ അടുത്ത് മുമ്പിൽ വരുന്ന ബാക്കി ഞാൻ മാറ്റണം. അങ്ങനെ ഞാൻ ഇവിടെ പോട്ടയിൽ വരുന്ന ധ്യാന കേന്ദ്രത്തിൽ. അപ്പം ഇവിടെ വന്നപ്പം ആശ്രമം എന്ന് പറയുന്നതല്ലാതെ ഇത് വലിയ കെട്ടിടമാണല്ലോ. ആഹ്, ഇതിവിടെ എന്തുവാ, പിന്നെ ഇത് തന്നെ ക്രിസ്ത്യാനികളുടെയാണ് ഇതെല്ലാം. അപ്പോഴത്തേക്ക് പിന്നെ എനിക്കൊരു ഒരു എനിക്കാണെങ്കിൽ യേശു അതിനുമായിട്ടൊന്നും വെറുപ്പ്. പക്ഷേ ആ സമയത്ത് നിരാശനും ഉം, ഞാൻ ചെയ്തുകൊണ്ടിരുന്നതിൽ ഒന്നും എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല. എന്റെ ജീവൻ വരെ തീരാറായെന്ന അവസ്ഥയിൽ ഞാൻ ഇതെല്ലാം ഈ ബൊമ്മയിലോട്ട് മരിക്കാൻ ഇറങ്ങുന്ന സമയത്ത് എന്റെ കഴുത്തിൽ നിന്നുള്ള രുദ്രാക്ഷവും കയ്യിലുള്ളത് ഇതെല്ലാം വലിച്ചു പറിച്ച് ഞാൻ കളഞ്ഞായിരുന്നു. കാരണം വെച്ചാൽ എനിക്ക് ഇതിൽ നിന്നും ഒരു സമാധാനം കിട്ടുന്നില്ല, ഒരു പരിഹാരവും കിട്ടുന്നില്ല. അപ്പം എന്നാ ഇങ്ങോട്ട് കേറാന്ന് പറഞ്ഞപ്പം ഏഹ്, ഈ മലയാളം സെക്ഷനിലോട്ടാ ആദ്യം പോയത്. അപ്പം എനിക്ക് അങ്ങനെ വലിയ മലയാളം ഒന്നും അറിയത്തുമില്ല. പിന്നെ എനിക്ക് എങ്ങനോ അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ അവിടെന്ന് ചാടി അവിടെ എനിക്ക് പറ്റത്തില്ലാന്ന് പറഞ്ഞ് ഞാൻ വെളിയിറങ്ങിയിട്ട് അപ്പോഴത്തേക്ക് ഒരു ചെറിയൊരു ചാറ്റൽ മഴ. അപ്പം അവിടെ മുമ്പിൽ ഏഹ്, ഈ ബുക്കുകളും എന്തൊക്കെയോ വിൽക്കാനുള്ള കുറച്ച് റോഡ് സൈഡിലൊക്കെ സ്റ്റോളുകളുണ്ട്. അവിടെ ഞാൻ ആ സ്റ്റോളിന്റെ മുമ്പിൽ മഴയെന്ന് ഇതാക്കി ഞാൻ മഴയെന്ന് രക്ഷപിടിക്കാൻ വേണ്ടി കുറച്ച് അവിടെ ചായയിൽ നിന്ന്. അപ്പം ആ സ്റ്റോളിലെ കട കടയുടെ ആൾ എന്നോട് ചോദിച്ചു, എന്താ ധ്യാനം കഴിഞ്ഞിട്ട് ഇറങ്ങുവാന്നോണ്ട് പറഞ്ഞു. റിട്രീറ്റ് കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ വന്നതേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് പറഞ്ഞ് എന്താ തിരിച്ചു പോവാൻ? ഞാൻ പറഞ്ഞ എനിക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ് എവിടെന്നാ വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഇവിടേക്ക് എന്നെ നോർത്തിൽ നിന്ന് വരുവാണ് പറഞ്ഞു. അപ്പൊ ഒരു കാര്യം ചെയ്യ്, മുമ്പിൽ തന്നെ ഹിന്ദി സെക്ഷൻ ഉണ്ട്, ഹിന്ദി ഇംഗ്ലീഷ് സെക്ഷൻ ഉണ്ട്. അവിടെ ഒന്ന് പോയിട്ട് ഒന്ന് ഇത്രയും ദൂരം വന്നേലേ, ഒന്ന് പോയിട്ട് അങ്ങോട്ട് നിർബന്ധിക്കുക അദ്ദേഹം. അപ്പൊ അവസാനം ആഹ്, അദ്ദേഹത്തിന് അദ്ദേഹം നിർബന്ധിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് വിഷമിപ്പ ഒരു മനസ്സിലൊന്ന് തോന്നിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ശരിയെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പോയി. ഞാൻ ഓർത്ത് ഇദ്ദേഹം എന്നിലുള്ള ശ്രദ്ധ മാറുമ്പോൾ ഞാൻ കടന്നു പോകാണ്ട് പറഞ്ഞു. പക്ഷെ റോഡ് കഴിഞ്ഞ ഉടൻ മുമ്പിൽ കാണുന്ന ഗേറ്റിലോട്ട് ഞാൻ കയറി. ഞാൻ അവിടെ നിന്ന് പതുക്കെ എല്ലാം ബോർഡൊക്കെ നോക്കുന്ന കണക്ക് തിരിഞ്ഞു നോക്കിയപ്പം അത് എന്നെ തന്നെ നോക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒന്നുകൂടെ അകത്തോട്ട് പോകണ്ട. അങ്ങനെ പോയപ്പം അവിടെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം രജിസ്ട്രേഷൻ നടക്കുന്ന അവിടെ ഒരു സിസ്റ്റർ അവരാ നിൽക്കുന്നത്. അപ്പം എന്താ റിട്ടേൺ ഞാൻ പെട്ടുപോയ കണക്ക് 170 രൂപ കൊടുത്തിട്ട് റിട്രീറ്റിന്റെ ആ ബാഡ്ജും മേടിച്ച് എന്തോ ഒരു നോട്ട്ബുക്കും ഒരു പേനയും കൊണ്ട് ഞാൻ നിൽക്കുക. അപ്പം സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി, ബാഗൊക്കെ വെക്കാൻ വേണ്ടി ഡോർമെറ്ററിയിലോട്ട് കൊണ്ടുവിട്ട് ഞാൻ എന്തോ ചെയ്യാ, എല്ലാം ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് ആരോ നമ്മളെ നടത്തുന്ന കണക്ക് ഇങ്ങനെ ഒന്നിന്റെ പുറകെ ഒന്ന് യാദൃച്ഛികമായിട്ട് ഇങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ട് പോവാ. ഞാൻ ന്യൂട്രലായിട്ട് നിൽക്കുക. എന്തോ ചെയ്യണം മനസ്സിലാകുന്നു. അപ്പോഴത്തേക്ക് അടുത്ത സംഭവം നമ്മളെ എൻഗേജ് ആക്കുക. അങ്ങനെ അപ്പം സൺഡേ സെക്കൻഡ് ഹാഫിലാണ് അവിടെ തുടങ്ങുന്നത്. അന്ന് തുടങ്ങുന്നത്, ഇപ്പോഴത്തെ അറിഞ്ഞൂടാ. അപ്പം
ഊണ് കഴിഞ്ഞിട്ട് പിന്നെ തുടങ്ങുന്നത്. അപ്പോൾ എല്ലാം രജിസ്ട്രേഷൻ എല്ലാവരും കഴിഞ്ഞിട്ട് അതിലോട്ട് കയറി ഹാളിലോട്ട് വന്നിരുന്നപ്പം കുറേ പേരുണ്ട്. ബോംബെ നിന്ന് വരുന്ന കുറച്ച് പേരുണ്ട്, വസയിൽ നിന്നൊക്കെ വരുന്ന കുറച്ച് പേരുണ്ട്, പിന്നെ ഹിന്ദിക്കാർ കുറച്ച് പേരുണ്ട്. അങ്ങനെ 10 60 പേരെന്തോ ഉള്ള ഒരു ചെറിയൊരു കൂട്ടത്തിൽ എല്ലാവരും ഇരിക്കുക ഹാളിൽ. ഹിന്ദി മറാഠിയായിട്ട് ഇരിക്കും അവിടെ. അപ്പോഴത്തേക്ക് പിന്നെ തുടങ്ങാൻ നേരം ആദ്യം വന്നത് അവിടെ ഒരു ഹേമന്ത് മൈക്കൽ എന്ന് പറഞ്ഞ ഒരു ബ്രദറാ അവിടെ ആദ്യം വന്ന് ഹിന്ദി സെക്ഷന്റെ അന്ന് ഡയറക്ടറോ അങ്ങനെ എന്തോ ആയിരുന്നു. ഹിന്ദിയിലെ മെയിനായിട്ട് ഹിന്ദി മറാഠിയൊക്കെ ഉള്ള ഭാഷകളിൽ മിക്കമായിട്ടും സംസാരിക്കാൻ വേണ്ടി വരുന്ന അദ്ദേഹമാ വന്ന് ആദ്യം പറഞ്ഞു, ഞാൻ ഹേമന്ത് മൈക്കൽ, ഞാൻ ആദ്യം ഹേമന്ത് ദാത്താറായിരുന്നു, മഹാരാഷ്ട്രൻ ബ്രാഹ്മൺ, പൂനെയുടെ. അങ്ങനെ പറഞ്ഞിട്ട് ഇൻട്രൊഡക്ഷനൊക്കെ സ്വന്തത്തിന് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം ബൈബിൾ എടുത്ത് ഒരു വചനം, മത്തായിയുടെ സുവിശേഷം 19 അധ്യായം 28 വചനം, അത് മറാഠിയിൽ പറഞ്ഞ്, അഹോ കഷ്ടി വ ഭാരാക്രാന്ത ജനഹോ തുമി സർവജൻ മച്ച് കടയാ മഞ്ചേ മേ തുമാല വിസാവതി എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ബോർഡിലോട്ട് ഇങ്ങനെ മത്തായിയുടെ 19:28 എഴുതി. എന്നിട്ട് അദ്ദേഹം തുടങ്ങി. അത് കഴിഞ്ഞ് ഈ ബൈബിൾ മടക്കി വെച്ചിട്ട് ഈ ഒരു വചനത്തിന് പുറത്ത് 3 മണിക്കൂർ അദ്ദേഹം അന്ന് സംസാരിച്ചു. 3 മണിക്കൂർ. അത് എനിക്ക് അതിശയം. എനിക്ക് കാലിന്റെ വിരൽ മുതൽ തല വരെ ഞാൻ അങ്ങ് കോരിത്തരിച്ച്, ഇങ്ങനെയുണ്ടോ? ഇങ്ങനെ അദ്ദേഹം ആ ഒരു വചനത്തിൽ സംസാരിച്ചത് ഞാൻ ഒരു കാലത്തും ഞാൻ ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അങ്ങനെയാ. എല്ലാം എന്തൊക്കെ നടക്കുന്നതൊക്കെ അദ്ദേഹം ആ വചനം എടുത്ത് സംസാരിച്ച് 3 മണിക്കൂർ അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞപ്പം എനിക്ക് പിന്നെയും ഒരു മനസ്സിൽ ഇതൊക്കെ മനുഷ്യനെ പിടിക്കാനുള്ള ബൈബിളിൽ അങ്ങനെ ഉണ്ടോ? ഞാൻ ചെറുപ്പം മുതലേ വീട്ടിൽ കാണുന്ന ബൈബിൾ വീട്ടിൽ ഓടുക അങ്ങോട്ടും ഇങ്ങോട്ടും. ചിലപ്പം പേന എഴുതാത്ത പേനയാണെങ്കിൽ അതിനെ ഉരച്ച് സ്റ്റാർട്ടാക്കാൻ വേണ്ടി ഒന്ന് എഴുതാൻ നോക്കാൻ വേണ്ടി ബൈബിളിന്റെ പുറത്താ നമ്മൾ ഉരച്ച് നോക്കുന്നത്. പിന്നെ എന്തെങ്കിലും എവിടെങ്കിലും അടിച്ചു മാറ്റിയ പൈസ വല്ലതും ഉണ്ടെങ്കിൽ, നോട്ടോ വല്ലതും ഉണ്ടെങ്കിൽ അത് ഒളിപ്പിക്കാൻ വേണ്ടി രൂപക്കൂടിലിരിക്കുന്ന ബൈബിളിന്റെ അകത്തായിരുന്നു നമ്മൾ വെച്ച്. അതിന് മാത്രമേ നമ്മൾ ബൈബിൾ കണ്ടിട്ടുള്ളൂ, ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പം ബൈബിൾ ഇങ്ങനെ ഉണ്ടോ, ഇതൊക്കെ ഉണ്ടോ? പിന്നെ എനിക്ക് ബൈബിളൊക്കെ വായിക്കാനോ അങ്ങനെ ഒരു താല്പര്യമുള്ള പ്രായം വന്നപ്പോഴത്തേക്ക് ഞാൻ അതിലല്ലായിരുന്നു. ഞാൻ എൻ്റെ ഹിന്ദു ഗ്രന്ഥവും ശാസ്ത്രവും ഒക്കെ ആയിരുന്നു ഞാൻ വായന. അപ്പം ഇങ്ങനെ ഉണ്ടോ എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ആറിന്റെ കാലത്ത് അപ്പം ഈ ബ്രദർ ഹേമന്ത് മൈക്കൽ അവിടെ നിന്ന് ചോദിച്ച്, ആറിന്റെ അടുത്തൊക്കെ ബൈബിൾ ഉണ്ട്, ഇല്ലാത്തവർ കൈപ്പൊക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ കൈപ്പൊക്കി. അപ്പം പറഞ്ഞു, വെളിയിൽ ചായ പിടിക്കാൻ ടീ ബ്രേക്കിന് വെളിയിൽ പോകുമ്പോൾ അവിടെ സ്റ്റോളുണ്ട്, സ്റ്റോളിൽ നിന്ന് നിങ്ങൾ ബൈബിൾ വാങ്ങിച്ചുകൊണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിക്കുക, ഇയാളെ പറയുന്നതിനെക്കാട്ടിലും മുമ്പേ ഞാൻ വാങ്ങിക്കുമല്ലോ, എനിക്ക് ആദ്യം നോക്കണം ഇങ്ങനെ ഒരു സംഭവം അതിൽ എഴുതിയിട്ടുണ്ടോ. അപ്പൊ ഈ വചനത്തിൽ ചേർത്തുള്ള കാര്യങ്ങളാ ഈ മൊത്തം സംസാരിച്ചത്. പക്ഷെ ഈ വചനം ഇവിടെ കാണണമല്ലോ. അപ്പം അങ്ങനെ ഈ 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ടീ ബ്രേക്കായി. ഒരു 3:30 ആയപ്പം ചായ കുടിക്കാൻ വേണ്ടി എല്ലാവരെയും വിട്ടപ്പം ഞാൻ ആദ്യം പോയി ചായ എല്ലാം കുടിക്കാൻ വേണ്ടി പോയി. ഞാൻ ആദ്യം സ്റ്റോളിൽ നിന്ന് വാൽദ് ആൻഡ് ബുൽക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത ഡിവൈൻ്റെ ഒരു PUC ബൈബിൾ, എന്നുവെച്ചാൽ കാത്തലിക് ബൈബിൾ, അത് ഹിന്ദിയിലുള്ള, അത് ഞാൻ വാങ്ങി. അവിടെ തന്നെ നിന്ന് ആദ്യം നോക്കി, മത്തായിന്റെ പറഞ്ഞ അതില് മത്തി അതിന്റെ 11:21 നോക്കിയപ്പം കറക്റ്റായിട്ട് ഉണ്ട്, ഇത് തന്നെ. അപ്പൊ അത് എന്തോ എൻ്റെ ജീവിതത്തിൽ ഒരു തുടക്കമായിട്ട് തോന്നി. തുടക്കമായിട്ട് അതായി. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനത് ഇൻട്രസ്റ്റോടെ ഞാൻ പിന്നെ ആ ധ്യാനം മൊത്തം കൂടി. പിന്നെ എല്ലാം എന്ത് പറഞ്ഞാലും ആ 6 ദിവസത്തെ ധ്യാനം കഴിഞ്ഞ് ഇറങ്ങാൻ എനിക്ക് മനസ്സേ തോന്നില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്ക് ഭയങ്കര, ഇത്രയും കാലം ഞാൻ എന്തെല്ലാം കാട്ടിക്കുട്ടി ഇന്ത്യയിലെ എല്ലാം, ഞാൻ പറഞ്ഞില്ല, വടക്ക് തൊട്ട് നോർത്ത് തൊട്ട് സൗത്ത് വരെ എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ നവരാത്രികളും ഹിന്ദുക്കള് വിശ്വസിച്ച് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ വിശ്വാസത്തോടെയും മനസ്സോടെ ഞാൻ
എല്ലാ തീർത്ഥാടനങ്ങളും നടത്തി. കാരണം വെച്ചാൽ എനിക്ക് പവർ വേണമല്ലോ. എനിക്ക് ജ്യോത്സ്യവും അതൊക്കെ ചെയ്യാൻ വേണ്ടി പവർ വേണമല്ലോ. അപ്പം എന്തോ ഒരു ഉം, എന്തോ കിട്ടുന്ന ഒരു ഇതില് ഞാൻ ആഹ്, എല്ലായിടത്തും ഒന്ന് തേടി കൊണ്ടുവന്ന് നേടിയത് ഒന്നുമല്ല. ഇതെല്ലാം വെറും കാറ്റത്ത് പറന്നു പോയി. അപ്പം ദൈവം ഇതാ, യേശുക്രിസ്തു ഇതാ, ഈ യേശുക്രിസ്തു ഈ കുരിശിൽ തൂങ്ങിക്കിടക്കുന്നതിന് അതിന്റെ പുറകിൽ എന്തുവാ മിസ്റ്ററി, എന്താ എന്തിനു വേണ്ടിയാ യേശു മരിച്ചേ, അതൊക്കെ ആ കാര്യങ്ങളെല്ലാം ഇങ്ങനെ മനസ്സിലായി. ഇപ്പൊ ഞാനൊരു നല്ലൊരു കത്തോലിക്കനായിട്ട്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കത്തോലിക്കൻ, നല്ലൊരു ബൈബിൾ വായിക്കുന്നേം, റോസറി ചൊല്ലുന്നേം, കൊന്ത ചൊല്ലുന്നേം, പിന്നെ ഇവിടുന്ന് പോകാൻ നേരം ചെറിയൊരു മദർ മേരിയുടെ ഒരു ഇത് അതും കൊണ്ട് ഐഡലും കൊണ്ടാണ് ഞാൻ തിരിച്ചു പോന്നത്. പോയിട്ട് ഞാൻ ബോംബെയിൽ പോയി അവിടെ അതും വെച്ച് പ്രാർത്ഥിക്കും. നല്ലൊരു വിരാറിലെ ഡോൺ ബോസ്കോ റിസർക്ഷൻ ചർച്ചിലെ ഒരു നല്ലൊരു പാരിഷിലെ ഒരു ഇടവകയിൽ പോയി ചേർന്ന് നല്ലൊരു കത്തോലിക്കനായിട്ട് ജീവിക്കാൻ വേണ്ടി തുടങ്ങി. കാരണം വെച്ചാൽ മാമോദിസയ്ക്ക് ജനിച്ച എട്ടാമത്തെ ദിവസം നടന്നിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു കത്തോലിക്കനായിട്ട് ബൈബിൾ വായനയും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് റൂമിൽ ഒരു വീട്ടിൽ വന്ന് ഒരു ഒരു പെണ്ണ്, അപ്പൊ കണ്ടപ്പോ അത് ഇങ്ങനെ പരിചയപ്പെട്ടപ്പം പേര് സഞ്ജീവിനി. സമയം പരിമിതിയുണ്ട്, 7:15 ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നു. അപ്പം സഞ്ജീവിനി, അപ്പൊ എന്റെ പേര് സഞ്ജീവ. ഇത് സഞ്ജീവിനിന്റെ പറയുമ്പം എന്തോ, അപ്പൊ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പം ഈ പേര് കേട്ടപ്പം ഇതെന്താ ഇങ്ങനെ ഒരു അപ്പം പുള്ളിക്കാരി ഇച്ചിരി ക്ഷീണിച്ചും അസുഖമായിട്ട് ഇരിക്കുന്ന കണക്കൊരു അവസ്ഥയുണ്ട്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, ഇതിൽ എന്തോ കർത്താവിന്റെ ഇനി എന്തെങ്കിലും ആലോചനയാണോ ഇനി. ഞാനങ്ങനെ ധൈര്യത്തെ, അപ്പം എനിക്ക് ഈ മുമ്പേ ജ്യോത്സ്യം ചെയ്തുകൊണ്ടിരിക്കാൻ നേരം കല്യാണം കഴിക്കാത്ത പെൺപിള്ളേരുണ്ടെങ്കിൽ അവരെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ഞാൻ ഗ്യാരണ്ടി ആയിട്ട് മുദ്രപത്രത്തിൽ വേണമെങ്കിൽ എഴുതി കൊടുക്കും. അത്രയും ചലഞ്ച് കോൺഫിഡൻസ് ആയിരുന്നു. ഞാൻ 6 മാസത്തിൽ കല്യാണം നടത്തി തരാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചെറിയ വിദ്യകളും എല്ലാം പഠിച്ചുണ്ട്. അപ്പം ഈ എങ്ങനെയെങ്കിലും ഈ പെണ്ണിന്റെ ജീവൻ പെടുത്തിയിരുന്നെങ്കിൽ നല്ല ആയതുകൊണ്ട് പറഞ്ഞു അങ്ങനെ ആലോചിച്ച്. അപ്പം ചോദിച്ചപ്പം എന്തുവാ പേരിത്, അപ്പം പേരിതിപ്പം എന്റെ പേര് സാമ്യത ഉണ്ടല്ലോ. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോ ഇനി കർത്താവ് എന്നെ ഇനി എനിക്ക് വേണ്ടി, അതുകൊണ്ട് അങ്ങനെ ഞാൻ പുള്ളിക്കാരിയോട് ചോദിച്ച്, എന്താ പറയുന്നത്, നീ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ? ഒരു വലിയ പരിചയമൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ധൈര്യത്തോടെ ചോദിക്കുക. അപ്പം അത് പറഞ്ഞ്, എന്താ പറയുന്നേ, എന്റെ വീട്ടുകാരോട് ചോദിക്കേണ്ടി വരുന്നുണ്ട്. അപ്പം അവരുടെ വീട്ടുകാര് മഹാരാഷ്ട്രീയൻ സ്ട്രോങ് ആയിട്ട് അവര് ഹിന്ദു വിശ്വാസത്തിലുള്ളവര്, അവർക്ക് അത് ഈ ഇഷ്ടമല്ലായിരുന്നു. അവർക്ക് നമ്മള് ഈ ക്രിസ്ത്യൻസിന്റെ പേര് വന്നപ്പം അവർ ഈ പശു ബീഫും അതൊക്കെ കഴിക്കുന്നവരാണ് പറഞ്ഞ് അവർക്ക് അവിടെ നിന്ന് വിരോധമായിരുന്നു. പക്ഷേ പുള്ളിക്കാരിക്ക് സമ്മതമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിച്ച് പിന്നെ പുള്ളിക്കാരി ഹിന്ദുവായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ ഇതൊക്കെ ചെയ്തോണ്ടിരുന്നേ, പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ഇത് ദൈവമാ. ഈ ദൈവത്തിന് നിനക്ക് തോന്നുവാണെങ്കിൽ ഞാൻ നിന്നെ നിർബന്ധിക്കത്തില്ല. പക്ഷെ നീ വിശ്വസിക്കുവാണെങ്കിൽ വിശ്വസിക്കണം പറഞ്ഞ ഒരു പുതിയ നിയമത്തിന്റെ പുതിയ നിയമം കൊണ്ട് കയ്യിൽ കൊടുത്തായിരുന്നു. എന്നിട്ട് സഞ്ജീവിനി പ്രാർത്ഥിക്കും, അല്ല ബൈബിൾ വായിക്കും, ഇങ്ങനെ ആയി. പിന്നെ സഞ്ജീവിനിയും കൊണ്ട് ഞാൻ ഒരട്ടം ഇവിടെ ചാലക്കുടിയിൽ വന്ന് ധ്യാനത്തിനെ കൂടി തിരിച്ചു പോയപ്പം സഞ്ജീവിനിക്കുള്ള പല അസുഖങ്ങളും, ടി ബി വന്നതിന് മുമ്പ് 2 വട്ടം ടി ബി ഒക്കെ പിടിച്ചായിരുന്നു. ആ ക്ഷീണവും ആ പ്രയാസവും ചുമയും പനിയും അങ്ങനെ എപ്പോഴും വരുന്ന ആ വിഷമങ്ങളെല്ലാം മാറി. ഇങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങള് ബോംബെ പോയി കഴിഞ്ഞ്, അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളെ ജീവിതം മൊത്തം ഇത്രയും കാലം അറിയാത്ത ഒരു ദൈവത്തിനെ നമ്മൾ അറിഞ്ഞ് ആ സന്തോഷവും, പിന്നെ ലോകം അറിവില്ലായ്മയിൽ അന്ധകാരത്തിൽ ജീവിക്കുന്നതും അതെല്ലാം നമുക്ക് ഭയങ്കര ഭാരമായിട്ട് തോന്നി. അപ്പം ആ സമയത്ത് തന്നെ ഒരു യാദൃച്ഛികമായിട്ട് ഒരു പെന്റിക്കോസ്റ്റ് ഫാമിലി, അത് ആ സഹോദരൻ മഹാരാഷ്ട്രീയനും
ആ സഹോദരി മലയാളിയും മലയാളി ആയിരുന്നു ആ സഹോദരി. അങ്ങനെ അവരോട് പരിചയപ്പെട്ട് അവരുടെ നിർബന്ധത്താൽ ഞങ്ങൾ ഒരു വട്ടം വിരാറില് ഒരു പെന്തിക്കോസ്ത് ആരാധനയിൽ അവരുടെ നിർബന്ധത്തിൽ അവര് പറഞ്ഞു നിങ്ങള് ഒന്ന് വന്ന് കൂടണം പറഞ്ഞ നിർബന്ധത്തിൽ ഞങ്ങൾ പോയി കൂടാൻ വേണ്ടി പോയപ്പം അന്ന് അവിടെ അന്ന് ഒരു അവിടെ ഒരു കാണുന്ന കാഴ്ച ഞാൻ കാത്തലിക് ചർച്ചിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ബോംബെയിലൊക്കെ 45 മിനിറ്റിന്റെ ഒരു മാസാ നടക്കുന്നത്. അതില് പകുതി പേര് വെളിയില് പകുതി പേര് അതിലെ ചാരി നിൽക്കുന്ന അവിടെ നിൽക്കുന്ന പിന്നെ അവസാനത്തെ ആ ആശീർവാദം പറയുമ്പോഴത്തേക്ക് ഉടൻ എല്ലാവരും ഇറങ്ങിപ്പോന്ന് അങ്ങനെയൊക്കെയുള്ള ഒരു കാഴ്ചയായിരുന്നു ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ കണ്ടപ്പം 2.5 മണിക്കൂർ നല്ലപോലെ കൈകൊട്ടി ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, വചനം പറയുന്ന ഇതെനിക്കൊരു പ്രത്യേകം ഭയങ്കരമായിട്ട് ആഹ്, ഒരു അത്ഭുതകരമായിട്ടുള്ള പോലെ തോന്നി. അപ്പം ഒന്നുകൂടെ കർത്താവിനെ സ്നേഹിക്കാനും അറിയാനും പിന്നെ ഈ വിഗ്രഹാരാധനയൊക്കെ നിന്നൊക്കെ മാറാനും ഒക്കെ അത് ആയി. അത് 1 മാസത്തിനകം ഞങ്ങളവിടെ പോയി 1 മാസത്തിനകം തന്നെ ഞങ്ങളുടെ മനസ്സിൽ ഭയങ്കരമായിട്ടൊരു ഭാരം. നമ്മൾ ഇത്രയും കാലം അന്ധകാരത്തിൽ ജീവിച്ച് നമ്മുടെ കണക്ക് എത്രയോ ആയിരം പേര്, ലക്ഷം പേര് ഇങ്ങനെ കോടികൾ കണക്കിന് ആൾക്കാര് അന്ധകാരത്തിൽ ജീവിക്കുന്ന്. നമ്മളറിയാതെ ചെയ്ത പോലെ അവര് അറിയാതെ ചെയ്ത്. അവരൊന്ന് അറിഞ്ഞെങ്കിൽ എന്ത് നന്നായിരിക്കുംന്ന് പറഞ്ഞ് അങ്ങനെ അന്നേ ഞങ്ങള് 2 പേരും തീരുമാനിച്ച് എങ്ങനെയെങ്കിലും നമ്മള് ആഹ് കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങണോണ്ട്. അപ്പൊ നമുക്ക് വഴിയില്ലല്ലോ. എവിടെന്നാ ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. എന്ന് വെച്ചാൽ ഈ ബൈബിൾ കോളേജിന്റെ കാര്യമോ ഇതൊന്നും നമുക്കൊന്നും അറിഞ്ഞൂടാ. നമ്മള് കാത്തലിക്കിൽ നിന്ന് വെളി വന്നപ്പം കാണുന്നേ. നമ്മള് കാത്തലിക്കിൽ കാണുന്ന കർത്താവിന്റെ വേല ചെയ്യുന്ന പ്രീസ്റ്റുകളും അച്ഛന്മാരും കന്യാസ്ത്രീമാരും ചെയ്യുന്നേ. സാധാരണ ലേമേനൊന്നും അങ്ങനെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. പക്ഷെ ഇവിടെ വന്നപ്പോ നമുക്ക് എങ്ങനെയൊക്കെയോ നമുക്കൊരു ഹോപ്പ് കാണാൻ തുടങ്ങി. അപ്പം ഞങ്ങള് പാസ്റ്ററോട് പറഞ്ഞു പാസ്റ്ററെ എന്താ പറയുന്നത് ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട് ഞങ്ങൾ ഇങ്ങനെ അധികാരത്തിൽ ഞങ്ങൾ ജീവിച്ച പോലെ പലവരും അങ്ങനെ വലിയ ഇതിൽ നിന്ന് അപ്പം അപ്പം പാസ്റ്റർ പറഞ്ഞ എന്നാ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ബൈബിൾ കോളേജിൽ പോയി പഠിച്ച് നിങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങ് അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങള് കർത്താവിന് വേണ്ടി മരിക്കാനും തയ്യാറാ അങ്ങനെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഞങ്ങൾ ഒരു ബദ്ലാപൂർ അവിടെ ഒരു ബൈബിൾ കോളേജിലോട്ട് ഞങ്ങൾ പോകാനിടയായി. പക്ഷെ അവിടെ നിന്നൊന്നും ഞങ്ങൾക്ക് നമ്മൾ അറിഞ്ഞ ആ കർത്താവിന്റെ ആ കാര്യമൊന്നും പഠിക്കാനൊന്നും അവിടെ നിന്ന് കിട്ടില്ല. എന്നാലും അവിടെ നിന്ന് കർത്താവ് അവിടെ നിന്ന് നമ്മളെ പല കാര്യങ്ങളും ഞങ്ങളെ പഠിപ്പിച്ച് അവിടെ നിന്ന് ഞങ്ങൾ കേരളത്തിലോട്ട് വരുന്നു. കേരളത്തിൽ കണ്ണൂരിൽ ഒരു ചർച്ചിലായിട്ട് ഞങ്ങൾ വരുന്നു. 1 വർഷം 3 മാസം ഭാഷ പഠിക്കാനായിട്ട് ഇങ്ങനെ നമ്മൾ അവിടെ നിന്ന് എന്നിട്ട് കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ ഇരുന്ന് പക്ഷേ അവിടെ നമുക്ക് പല തെറ്റായിട്ടുള്ള നമുക്ക് പല അനുഭവങ്ങളും നമുക്കുണ്ടാകുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതെല്ലാം വിട്ട് നമ്മൾ കർത്താവിന് വേല ചെയ്യും. പക്ഷെ നമ്മുടെയായിട്ട് എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ട് അങ്ങനെ അവിടെ തയ്യൽ മെഷീന്റെ കട ഇടുന്ന് തയ്യൽ മെഷീന്റെ കടയും ഒക്കെ ആയിട്ട് നമ്മള് ജീവിച്ച് നല്ലപോലെ ജീവിച്ച് വരുന്ന സമയത്ത് 2017 ഒരു ദിവസം സഞ്ജീവനിക്ക് ഒരു അസ്വസ്ഥത വന്ന് ഞങ്ങൾ മംഗലാപുരത്ത് പോയി ടെസ്റ്റ് ചെയ്യിപ്പം കാണിപ്പിച്ചപ്പം അവിടെ ക്യാൻസർ ആണ് വന്ന് ഒരു ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ തിരിച്ചു വന്ന് തലശ്ശേരിയിലെ മലബാർ ക്യാൻസർ സെന്ററിൽ ഞങ്ങൾ അവിടെ ബയോപ്സി ചെയ്യിപ്പിച്ച് അതിൽ കണ്ട് ക്യാൻസർ സ്റ്റേജ് 2 കഴിഞ്ഞ് അങ്ങനത്തെ ഒരു സ്റ്റേജിൽ ഞങ്ങൾ അറിയുന്നത്. അപ്പൊ അവിടെ പലവരും പറഞ്ഞു തിരുവനന്തപുരത്ത് നേരെ നീ ഇവിടുന്ന് ചെയ്യിപ്പിക്കാതെ RCCയിൽ പോയി ട്രീറ്റ്മെന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞങ്ങള് നേരെ RCC വന്ന് ഇവിടെ അത്ഭുതകരമായിട്ട് ഞങ്ങള് ഫസ്റ്റ് OP കാണുമ്പോൾ ഈ സർജിക്കൽ ഓങ്കോളജിയിൽ കാണിപ്പിക്കും. അവിടെ ഒരു മഹാരാഷ്ട്രീയൻ ഡോക്ടർ മീര വാഗ് അവരെ അവര് പെട്ടെന്ന് നിങ്ങൾ മലയാളിയല്ല അല്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ അറിഞ്ഞ് സംസാരിച്ച് അവര് സഞ്ജീവനിക്ക് പെട്ടെന്നുള്ള അടുത്ത തന്നെ ഒരു ഡേറ്റിൽ സർജറിയുടെ ഡേറ്റ് തരുന്നു. എന്നിട്ട് നവംബർ 4-ാം തീയതി 2017 സർജറി നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള കീമോവും ആ ട്രീറ്റ്മെന്റ് എല്ലാം ഇവിടെ നിന്ന് ഞങ്ങളൊരു 1.5 വർഷത്തിൽ കൂടുതൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങള് ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്യിപ്പിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോയി. ഞങ്ങൾക്ക് അവിടെ കണ്ണൂരിലുള്ള കട നല്ല
നല്ലപോലെ നടന്നോണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കടയാ. ഞങ്ങള് തിരിച്ചു പോയപ്പം അവിടെ അതെല്ലാം മത്സരത്തിൽ അതെല്ലാം പലവരും മത്സരിച്ച് അവിടെ കടയൊക്കെ തുറന്നേക്കണം. അപ്പൊ ഞങ്ങളുടെ കൊ എന്നും പലചരക്ക് സാധനം പോലെ എന്നും നടക്കുന്ന കാര്യമല്ല. സ്വിങ് മെഷീന്റെ പണിയാ, തയ്യൽ മെഷീന്റെ. അപ്പം അതിൽ കോമ്പറ്റീഷൻ ഇങ്ങനെ കൂടി. പിന്നെ ഞങ്ങള് പറഞ്ഞു അതിനെക്കാട്ടിലും നല്ല തിരുവനന്തപുരത്ത് തന്നെ നമ്മള് വരുക. കാരണം വെച്ചാൽ 3 മാസത്തെ റിവ്യൂവിന് വരണം. അങ്ങനെ ഞങ്ങള് തിരിച്ച് അതെല്ലാം ഡിസ്പോസ് ചെയ്തിട്ട് ഞങ്ങളിവിടെ വന്ന് തിരുവനന്തപുരത്ത് വന്ന് ഞങ്ങള് താമസിച്ച് ഏഹ് ചില ട്യൂഷൻസ് എല്ലാം പഠിപ്പിച്ച് അങ്ങനെ. പക്ഷേ ഞങ്ങൾക്ക് കർത്താവിന് വേണ്ടി ചെയ്യാൻ വേണ്ടിയുള്ള ഞങ്ങളുടെ ആഗ്രഹങ്ങള് ഞങ്ങള് സ്വന്തമായിട്ട് ട്രാക്റ്റൊക്കെ ഞങ്ങള് തന്നെ ഏഹ് ഈ പാറശാല കഴിഞ്ഞ് കളിയക്കാവിൽ അവിടെ പ്രിന്റിങ് വില കുറവാന്ന് പറഞ്ഞ് അവിടെ പോയി ഞങ്ങള് പ്രിന്റ് ചെയ്യിപ്പിച്ചിട്ട് വന്നിട്ട് ഞങ്ങളിവിടെ ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന നമ്മള് ആർക്കും വേണ്ടിയല്ല. ആഹ് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിനോ ആർക്കും വേണ്ടിയില്ല. ഞങ്ങൾ അറിഞ്ഞ കർത്താവിനെ മറ്റവർ അറിയണമെന്നുള്ള ഞങ്ങളുടെ ആഗ്രഹത്തിന് ഞങ്ങളിവിടെ ഗാന്ധി പാർക്കില് ഞങ്ങള് പോയിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന അങ്ങനെ. പിന്നെ ഇവിടുന്ന് പലയിടത്തു നിന്ന് ഞങ്ങള് സംഘടിപ്പിക്കും ഗിഡിയൻസിന്റെ ബൈബിൾ. അത് അവിടെ നിന്നൊക്കെ സംഘടിപ്പിച്ച് ബൈബിൾ വായിക്കാൻ താല്പര്യമുള്ളവർക്ക് ബൈബിൾ കൊടുക്കും. എന്നിട്ട് ട്രാക്റ്റും കൊടുത്ത് അങ്ങനെ ഞങ്ങള് ചെയ്തുകൊണ്ട് ഇന്ന് ഇപ്പം ഇപ്പോഴും അത് തന്നെ ഞങ്ങളിപ്പം ഞാനൊരു ഓട്ടോ എടുത്ത് ഞങ്ങൾക്ക് ജീവിക്കാനും ഒരു വഴി. അപ്പം ഫ്രീഡം ഉണ്ട്. എന്തെങ്കിലും അപ്പം നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എന്തെങ്കിലും ഓടാൻ ചെയ്യാം. പിന്നെ കർത്താവിന്റെ വേല ചെയ്യണം പറഞ്ഞ് അങ്ങനെ ഞങ്ങളിപ്പം കർത്താവിന്റെ വേല ശരി. ഞങ്ങള് ചർച്ച് മിനിസ്ട്രി അല്ല, ഞങ്ങൾക്ക് ഇവാഞ്ചലിസമായി ഇഷ്ടമാണെന്ന് വെച്ചാൽ നമ്മൾ ഇരുട്ടിൽ കിടന്ന് അന്ധകാരത്തിൽ ഒന്നും അറിയാതെ എന്തെല്ലാം കാട്ടിക്കൂട്ടി, എന്തെല്ലാം അശുദ്ധിയും ഒരു പൈശാചിക ഒരു ഏജന്റായിട്ട് ഞാൻ പ്രവർത്തിച്ച് ഇന്നിപ്പം ഞങ്ങളുടെ ആഗ്രഹങ്ങള് എന്ന് വരെ നമ്മുടെ മൂക്കിൽ ശ്വാസമുണ്ട്. ഒന്നെങ്കിൽ നമ്മൾ മരിക്കണം, അല്ലെങ്കിൽ കർത്താവ് വരണം. അതിന്റെ ഇടയ്ക്ക് എത്ര സമയം കിട്ടുന്ന അത്രയും കർത്താവിന് വേണ്ടി കർത്താവിനെ അറിയണം. സൃഷ്ടാവായ ദൈവം ആരാണ്ട് അറിയണം. പിതാവായ ദൈവം ആരാണ്ട് അറിയണം. കാണുന്ന മരത്തിന്റെയും മൃഗത്തിന്റെയും കല്ലിന്റെയും നദിയെയും അതിനെ എല്ലാത്തിന്റെയും പിതാവും ദൈവം കൊണ്ട് പറഞ്ഞ് ആരാധിക്കുന്നവരുടെ അവര് അറിയണം സത്യ ദൈവം ആരാ, പിതാവായ സൃഷ്ടിച്ച ദൈവം ആരാ, പിതാവ് എത്ര സ്നേഹിക്കുന്ന എല്ലാവരെയും ഓരോരുത്തരെയും ദൈവം കാത്തിരിക്കുന്ന ഈ മക്കള് പിതാവിനെ കണ്ട് പിതാവിനെ വിളിക്കാൻ വേണ്ടി ദൈവം കാത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ അറിയാതെ ചെയ്ത അതേ വഴികളിൽ പലവരും നടക്കുമ്പം ആ ഭാരം കൊണ്ട് ഞങ്ങള് ഇവിടെ എത്രയും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും നമ്മള് അവിടെ നിന്ന് ഇവിടൊക്കെ ബൈബിള് സംഘടിപ്പിച്ച് പിന്നെ ട്രാക്ട് സംഘടിപ്പിച്ച് ഞങ്ങള് കൊടുക്കുക. എല്ലാ ശനിയാഴ്ച ദിവസം ഞങ്ങൾ എന്തായാലും തമ്പാനൂർ പോകും. അല്ലാതെ സമയത്ത് വിഴിഞ്ഞം ഇവിടെ വടക്കേ ഇന്ത്യയിൽ പോയിട്ട് നമുക്ക് സുവിശേഷം പറയാൻ പറ്റാത്ത അവസ്ഥകളാണ്. കാരണം വെച്ചാൽ അത്രയും കഷ്ടമായ സ്ഥിതികളാണ് ഇപ്പം ഇവിടെ നടക്കുന്നത്. അപ്പം കർത്താവ് വടക്കേ ഇന്ത്യയിൽ നിന്നുള്ളവരെ എല്ലാവരെയും ഇവിടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ കൊണ്ട് നമ്മുടെ മുമ്പിൽ കൊണ്ട് വിളമ്പി വെച്ചിരിക്കുക. നമ്മൾ പോയി റീച്ച് ചെയ്താൽ മതി. അവരെ കൊണ്ട് അവിടെ അവർക്ക് ഒരു ട്രാക്ടോ ഒരു ബൈബിളോ എത്തിക്കാൻ ഇന്നല്ലെങ്കിൽ നാളെ ദൈവം അവരെ ആ വചനം വഴി, ജീവനുള്ള വചനം വഴി ദൈവം അവരെ തിരിച്ച് അവരെ നല്ല വഴിയിലോട്ട് കൊണ്ടുവരാൻ, ദൈവത്തിലോട്ട് അറിയാൻ വേണ്ടി ഒരു വഴി ദൈവം അഥവാ കണ്ടുവച്ചിട്ടുണ്ട്. ദൈവം അവരെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള പല വഴികളും നമ്മുടെ മുമ്പിൽ കാണുന്നുണ്ട്. ആ ഭാരത്തിൽ ഞങ്ങള് കുടുംബത്തോടെ, ഞങ്ങൾക്ക് മക്കളില്ല, ഞങ്ങളുടെ വൈഫിന്റെ അനിയത്തിയുടെ ഒരു മോളും മമ്മയെന്ന് വന്നിട്ടുണ്ട്. ഞങ്ങൾ 3 പേരും കൂടെ ഞങ്ങളെ കൊണ്ട് എത്രയും പറ്റുന്ന അത്രയും ഞങ്ങളെ കർത്താവിനെ അറിയിക്കാൻ ഞങ്ങൾ കർത്താവിനെ അറിയിക്കുന്ന എത്രയും പറ്റും, എത്രയും സമയം നമ്മളെ കൊണ്ട് പറ്റും അത് കർത്താവ് അനുവദിക്കുന്നപ്പോഴേയും നമ്മൾ ചെയ്യും. ഇത് പിന്നെ കുറേ കാര്യങ്ങളുണ്ട് പറയാൻ വേണ്ടി. പക്ഷെ എനിക്ക് തന്നിരിക്കുന്ന സമയം ഞാൻ എന്നാലും തീർന്നിട്ടില്ല. എന്നാലും ഞാൻ ഇന്നിപ്പം ഞങ്ങള് തിരുവനന്തപുരം കേശവദാസപുരത്ത് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന ഞങ്ങള് കർത്താവിന്റെ വേല ചെയ്യുന്ന ചർച്ച് മിനിസ്ട്രി അല്ല, ഞങ്ങൾ എവാഞ്ചലിസ്റ്റ്. ഞാൻ അറിഞ്ഞ സത്യം ഞാൻ മറ്റുള്ളവർ അറിയും. ഞാൻ അറിഞ്ഞ ദൈവം എല്ലാ
വൃത്തികേടും എല്ലാം ചെയ്ത് ദൈവം എന്ന് കരുതി ചെയ്ത് എല്ലാം അതേപോലെ പലവരും ചെയ്യുന്ന അവരെ അതീന്ന് എന്നെക്കൊണ്ട് ഒരാളെങ്കിലും ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്തോട്ട് എത്തിക്കാൻ പറ്റിയെങ്കിൽ അത് എൻ്റെ ഞാൻ ചെയ്തതിൻ്റെ ഒരു പ്രായശ്ചിത്തം പോലെ ആയിപ്പോവും. ആ രീതിയിലാണ് ഞാൻ ഉള്ള സമയം കർത്താവിന് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ ഒരു അവസരം കിട്ടുമ്പം പിന്നെ ഏഹ് നമുക്ക് എനിക്ക് കൊണ്ട് പറ്റുന്നത് ഞാൻ പറയാം. എൻ്റെ മലയാളം മനസ്സിലാക്കിയിട്ട് കരുതുന്ന ഞാൻ ഒരു വട്ടം എനിക്ക് മലയാളത്തിൽ പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ ചിന്തിക്കുന്ന ഹിന്ദിയില്ല. എൻ്റെ മദർ ടങ് ഹിന്ദി പോലുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് ചെറിയൊരു പ്രാർത്ഥന ഇങ്ങനെ प्रार्थना हे पिता सर्वशक्तिमान परमेश्वर यहोवा आपकी स्तुति हो आपको धन्यवाद परमेश्वर महिमा हो महिमा हो महिमा हो परमेश्वर यहोवा परमेश्वर आपने ऐसा एक सुंदर अवसर दिया परमेश्वर कि अ, बहुतों को परमेश्वर मैं अपना गवाही उसको बता पाऊं परमेश्वर जो जिस अंधकार में मैं रहा उस अंधकार से मैं कैसे उजाले में आया कैसे प्रभु आपने मुझे उजाले के लेके आया परमेश्वर, मैं अपनी गवाही परमेश्वर, मैं आपकी महिमा अपने मुख से करना चाहता था परमेश्वर, उसके लिए अवसर ने ऐसा एक अवसर आप इस समय मुझे बना के दिए, इसके लिए मैं आपको धन्यवाद देता हूँ परमेश्वर। आप महान हैं, आप प्रेमल और दयालु परमेश्वर हैं परमेश्वर। आप हमारे द्वारा परमेश्वर आप हमारी इच्छा है कि परमेश्वर जितना हम आपके विरोध में काम किए उतना परमेश्वर हमारे द्वारा आपके नाम की महिमा हो। इसके लिए परमेश्वर जो कोशिश हमसे हम कर सकते हैं परमेश्वर हम करना चाहते हैं परमेश्वर। इसलिए आप उसके लिए मौका और साझेदारी आप बना के देते हैं परमेश्वर, इसके लिए धन्यवाद परमेश्वर। परमेश्वर और जो कोई परमेश्वर यहाँ से अभी जो मेरी आवाज़ को सुन रहे हैं, जहाँ भी जिनकी भी जिन्होंने भी सुना परमेश्वर, उन सबके लिए प्रार्थना करता हूँ परमेश्वर। उनके सबके जीवन में आश्चर्य के रूप में परमेश्वर आप उनके जीवन में जो भी जो भी रुकावट है, कमियों को दूर करते हुए परमेश्वर छुटकारा दीजिए परमेश्वर और प्रत्येक मुख परमेश्वर हमेशा आपके बारे में बोलने के लिए, आपके बारे में सबको बताने का एक सबके अंदर में एक भूख बना के रखने के लिए हम प्रार्थना करते हैं परमेश्वर। हालेलुया परमेश्वर, समय कम है परमेश्वर और जो जितना समय है हमारे पास में, हम हमारी ज़ुबान शांत न रहे, हमारे हमारे पैर थमे नहीं। हम परमेश्वर आपकी सेवा के लिए आपके नाम के इसके लिए परमेश्वर नाम के प्रचार के लिए परमेश्वर आप पिता को जानकारी के लिए सबको देने के लिए हमारे कदम हमेशा चलते रहे परमेश्वर और हमारी जुबान हमारे हमेशा आपका गुणगान और आपकी महिमा के लिए बातें करते रहे परमेश्वर। ये हमारी इच्छा है परमेश्वर और इस समय के लिए और जो भी जिन्होंने भी परमेश्वर आज ये मौका दिया है मुझे बोले कि उनको भी विशेषकर हम धन्यवाद देते हैं परमेश्वर। सारी विनती प्रार्थना आपके पुत्र और हमारे उद्धारकर्ता प्रभु यीशु क्रिस्त के नाम से मांगते हैं। आमीन। आमेन, 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 आमेन।